السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم. നായി സ്വലാത്ത് ചൊല്ലണം. ആകെ ഈ സദസ്സെന്ന് നമുക്ക് ബാക്കിയാകുന്ന ഉറപ്പുള്ള സംഗതി അത് സ്വലാത്താണ്. നമ്മൾ ഈ 4 ദിവസം ഈ സദസ്സിങ്ങനെ നടന്നാൽ കുറേ കാര്യം ഇവിടെ നടക്കും. പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ ഉണ്ടാകും, അലിമീങ്ങളുടെ സാദാത്തുക്കളുടെ ദുആ ഉണ്ടാകും, ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേൾക്കും, ആയത്തുകൾ ഓതും, ചരിത്രങ്ങൾ പറയും, സ്വതക്കകൾ ഉണ്ടാകും, നിർമ്മിക്കപ്പെടാൻ പോകുന്ന മദ്രസകളിലേക്കുള്ള ഓഫറുകൾ ഉണ്ടാകും. ഇതൊക്കെ കബൂലാണോ അല്ലേ എന്നറിയില്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പക്ഷെ എന്തായാലും ബാക്കിയാവുന്ന ഉറപ്പുള്ള സംഗതിയാണ് സ്വലാത്ത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താൻ വച്ച ഒരു മാർഗമാണ് കാരുണ്യം. ഞങ്ങളിപ്പോ റമദാൻ കഴിഞ്ഞില്ലേ, അവ്വലുഹു റഹ്മ. എന്തിനാ റമദാന്റെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10ആയി ആചരിക്കാൻ പറഞ്ഞത്? പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കാരുണ്യം ലോകം മനസ്സിലാക്കാനാണ്. ഓരോ കൊല്ലം ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ്.
ആ 10 അല്ലാഹുവിന്റെ കാരുണ്യം ചർച്ച ചെയ്യപ്പെടണം. ആ കാരുണ്യത്തിലെ ഒന്നാണ് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താൻ പടച്ച റബ്ബ് നമുക്ക് തന്ന മാർഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോട് ചേർന്ന് നിന്നാ നമ്മൾ രക്ഷപ്പെടും. അതന്നെ റബ്ബിന്റെ കാരുണ്യമാണ്. മൂസാ നബിയുടെ ഉമ്മത്തിനുള്ളതിനേക്കാൾ വലിയ സ്ഥാനം നമുക്ക് കിട്ടാൻ കാരണം നമ്മൾ നിസ്കരിച്ച നിസ്കാരം നോമ്പൊന്നല്ലേ, മുത്തനബിന്റെ ഉമ്മത്തായി ജനിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി നമ്മൾ ജനിച്ചതോ അത് നമ്മുടെ കൈകൊണ്ടൊന്നല്ല, അള്ളാഹു തന്ന ഔദാര്യാണ്. അങ്ങനെ കുറെ സംഗതി റബ്ബിന്റെ റഹ്മത്ത് പഠിക്കാനാണ്. അപ്പൊ സ്വലാത്ത് മുത്തുനബിനെ നമ്മളെ മുത്തുനബിയോട് ചേർക്കുന്നൊരു അമലാണ്. അതപ്പോ എപ്പോഴും ചൊല്ലണം. ചെല്ലുമ്പോഴൊക്കെ നന്നായി ചൊല്ലണം. നീയത്തോടെ ചൊല്ലിയാലും നീയത്ത് ഇല്ലാതെ ചൊല്ലിയാലൊക്കെ റബ്ബ് കബൂൽ ചെയ്യുന്ന സംഗതിയാണ്. قال نبينا وحبيبنا محمد صلى الله عليه وسلم لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى وعن ماله وعن علمه فيما فعل فيه وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه. تفكرت في حشري ويوم قيامتي وإصباح خدي في المقابر ثابية وحيدا فريدا بعد عز ومنعتي رهينا بجرمي والتراب وساديا. تفكرت في طول الحساب وعرضه وذل مقامي حين أعطى حسابيا ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطائيا. كريما ببخشاي برحالما كحشتي مسيرك من دي هوا نداري وغيرست فرياد رس تعياسي عن راختا بخش بس نگهدار مارا زراه خطا خطا در گزارو صوابا نما. صلاة النجل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ആദരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന അഹ്യാ ഉൽ മദ്രസ കമ്മിറ്റി നടത്തുന്ന ചതുർദിന മതപ്രഭാഷണത്തിന്റെ ഉദ്ഘാടന ദിവസമായി ഇന്ന് നമ്മുടെ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ടി മൊയ്തീൻ മുസ്ലിയാർ അവരുടെ വേദി ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യരാക്കിയ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനം, പണ്ഡിത കുടുംബത്തിലൊരംഗവുമായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും സ്നേഹിതനുമൊക്കെയായ ഡോക്ടർ അബ്ദുറഹ്മാൻ ബാഖവി ഉസ്താദ് അവർകളെ, അതേപോലെ വേദിക്ക് ദുആ ചെയ്ത് ഈ വേദിയെ ധന്യരാക്കിയ എം വി സുലൈമാൻ മുസ്ലിയാർ, സ്വാഗത ഭാഷണം നടത്തിയ എം ടി അബ്ദുൽ കലാം സാഹിബ്, ആശംസയർപ്പിക്കാനായി വേദിയിൽ എത്തിച്ചേർന്ന് നമ്മുടെ ഈ വേദിയിലെ സാന്നിധ്യം കൊണ്ട് ധന്യരാക്കിയ സി കെ അലിക്കുട്ടി സാഹിബ്, ടി അബ്ദുൾ റസാഖ് മൗലവി, എം പി മരക്കാർ ഹാജി, എം കെ മുഹമ്മദ് സാഹിബ്, കെ പി മുഹമ്മദ് ഫായിസ് അടക്കമുള്ള നമ്മുടെ മദ്രസ കമ്മിറ്റിയുടെയും സ്വാഗത സംഘത്തിൻ്റെയും നമ്മുടെ ഈ പരിപാടിയുടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന മുഖ്യ സംഘാടകരിലെയും അഭിവന്ദരായ നേതാക്കളെ, സ്നേഹനിധികളായ എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാൻ. ഒരു ദീർഘമായ പ്രഭാഷണമൊന്നുമില്ല, ഉദ്ഘാടനമാകുമ്പോൾ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ ഉദ്ഘാടകനെ ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ലേ 2 മിനിറ്റ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം അങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസത്തെ വാഴ് 2 മിനിറ്റ് കൊണ്ടല്ല, ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. ഒരു വർഷം മുമ്പ് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ടിനൊരു ബ്ലോക്ക് വന്നിട്ടൊരു സർജറി കഴിഞ്ഞതാണ്.
അപ്പോൾ അന്ന് ഡോക്ടർ എൻ്റെ കാരണങ്ങളൊക്കെ പഠിച്ചു, ചെക്ക് ചെയ്തു. കാരണം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, എന്നാലും ഭൗതികമായ ചില മാനദണ്ഡങ്ങൾ വെച്ച് കാരണങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ പഠിച്ച് ഷുഗർ നോക്കിയപ്പോൾ ഓവറില്ല, കൊളസ്ട്രോൾ നോക്കുമ്പോഴൊന്നും വലിയ ഓവറില്ല. എന്നോട് പിന്നെ ഓവർ ചോദിച്ചു നിങ്ങൾ ഉറക്കമൊക്കെയുള്ളൂ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഞാൻ ഒന്നും വേണ്ടിയില്ല, എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞാൽ അതേ ഇയാൾക്ക് പണിയുള്ളൂ എന്നാണ്. ഇയാൾ ഉറങ്ങാൻ രാത്രി 1 മണി 2 മണിക്കാണ്. പിന്നെ രാവിലെ സുബൈക്ക് നീച്ചിട്ട് അദ്കാറു സഭ എന്ന പരിപാടിയുണ്ട്. പിന്നെ ഇയാൾ ഉറങ്ങാൻ സമയം കിട്ടില്ല, ഇയാൾ സ്ഥാപനമായിട്ട് ഇങ്ങനെ വണ്ടി പായലാൻ 2-3 മണിക്കൂറായി അയാൾ ഉറങ്ങലെന്നാണ്. ഡോക്ടറിനെ ചികിത്സിച്ച് വിടുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് 6 മണിക്കൂറിൽ കുറയാതെ ഉറങ്ങണം, 8 മണിക്കൂർ ഉറങ്ങണം. എന്നോട് ചോദിച്ചു ഉസ്താദേ നിങ്ങളോട് ആരെ ഈ ഉറക്കൊഴിച്ച് വയൽതോറിയാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നോട് ചോദിച്ചാൽ അല്ല പറഞ്ഞെന്ന് ചോദിച്ചു, റസൂലുള്ള പറഞ്ഞെന്ന് ചോദിച്ചു. ഇല്ല. എന്നോട് ചോദിച്ചാൽ നേരത്തെ ഉറങ്ങണമെന്ന് ഖുർആനില്ലേ, നിങ്ങൾ ഈ ഖുർആൻ ആളുകൾക്കല്ലേ പഠിപ്പിച്ചു കൊടുക്കണേ, നേരത്തെ ഉറങ്ങണമെന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഉണ്ട്. നിങ്ങളുടെ ഉറക്ക് നിങ്ങളുടെ ശരീരത്തിനുള്ള വിശ്രമമാണ്, മനസ്സിനും ശരീരത്തിനുള്ള വിശ്രമമാണ് ഉറക്ക്. ആ ഉറക്ക് രാത്രി തന്നെ ഉറങ്ങണമെന്നും ഖുർആനില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ എന്താ രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമായി നിങ്ങളുടെ ലിബാസൻ വസ്ത്രമാക്കി അല്ലാഹു മാറ്റിയിരിക്കുകയാണ്. രാത്രിയാണ് നല്ല പോച്ച് ഉറങ്ങേണ്ടതെന്നാണ്. കുറേ അർത്ഥം ഉണ്ടതിന്, അതിൽ ഒരർത്ഥം അങ്ങനെയാണ്. നൗമ്, ലിബാസ് ഒന്നുമില്ല, നമ്മുടെ വിഷയം ഞാൻ അങ്ങോട്ട് കടക്കുന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയെടുത്താലും തിരക്കടില്ല, രാത്രി 9 മണിയാകുമ്പോൾ ഉറങ്ങണം എന്നാണ്. ഞാൻ പറഞ്ഞു എന്തായാലും നടക്കൂല. എന്നോട് ഞാൻ 10 മണീൻ്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. അപ്പം ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 5-6 മാസമൊക്കെ വിശ്രമിച്ചു. പിന്നെ ഞാൻ കരുതി ഇനി ഈ പണി നിർത്തി വെക്കാൻ. ഉമ്മ കുറേ കാലം എന്നോട് പറഞ്ഞു നിർത്തണം. ഞാൻ പറഞ്ഞു ഉമ്മ ഈ പഠിച്ച ഇൽമ പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞത് സുഖമില്ലല്ലോ എന്ന് പറഞ്ഞു. 12 കൊല്ലം സമുദായം പഠിപ്പിച്ചതല്ലേ, പാപ്പ തന്ന ഭക്ഷണം കുറച്ച കാലിലേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്നാൽ കുഴപ്പമില്ല 10 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞോട്. അങ്ങനെ ഞാൻ രണ്ടാമത് ഇത് കൊടുത്തു നോക്കി. 7 ഡേറ്റ് കൊടുക്കുമ്പം പറയും സാധ്യ അതൊരു പ്രശ്നമാണ്, 7:30 മണിക്ക് തുടങ്ങിയാൽ 9:25 വരെ വയലും 5 മിനിറ്റ് ദുആവും, നിങ്ങൾ പോയിക്കോളിയോ. 7 പോയേക്കല്ല അല്ല വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തുടങ്ങിയത് നിങ്ങളാണ്. 9 മണിക്ക് മുമ്പ് മൈക്ക് കിട്ടലേ. അപ്പം ഞാൻ കണിശമായൊരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചു. 7 ഡേറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എപ്പോൾ തുടങ്ങിയാലും 9:35 തുടങ്ങിയാലും 10 മണിക്ക് അവസാനിപ്പിക്കാം. അതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. കാരണം ഡോക്ടർ വളരെ കർശനമായി എന്നോട് പറഞ്ഞത് കാര്യം ഇതാണ്, ഉറക്കൊഴിക്കരുത്. ഞാൻ ഇപ്പോൾ വരുന്നവരോടൊക്കെ പറയല് നിങ്ങൾ പകൽ വയൽ വെച്ചോളി ഞാൻ വരാനാണ്. എത്ര നേരം പറയാം. ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഒരു ദിവസം സംസാരിക്കണേൽ ലിമിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. എന്നോട് ഞാൻ ലിമിറ്റൊന്നുമില്ല, നിങ്ങൾ എത്രയും പറഞ്ഞോളൂ, എന്നും കുഴപ്പമൊന്നുമില്ല, ഉറക്കൊഴിക്കാൻ പാടില്ല. അപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നപ്പോൾ നാദാപുരം ഭാഗത്തു നിന്നൊരു കൂട്ടർ വന്നപ്പോൾ ഞാൻ അവരോട് ഞങ്ങൾ പകൽ വയൽ വെച്ചോളി ഞാൻ വരാം. അപ്പോൾ ഒരു വയൽ വെച്ചു 3 മണിക്ക്, ഉച്ചക്ക് 3 മണിക്ക്. അപ്പോൾ എത്രയും പറയാം, കുഴപ്പമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നോടൊരാൾ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് 10 മണിയിൽ തന്നെ ആക്കണ്ട, ഒരു 10:30 ആയിക്കോട്ടെ അറിഞ്ഞു. ഏതായാലും അധികം താമസിക്കൂല, വേഗം അവസാനിപ്പിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ ഈ പാത്രമല്ല ഇന്നത്തെ കാലം അങ്ങനെ. പഴയ കാലത്ത് ഉസ്താന്മാരൊക്കെ 5 മണിക്കൂറൊക്കെ വയൽ പറയും. എന്നാൽ 5 മണിക്കൂർ വയൽ തന്നെ ഒരു മനുഷ്യന് കിട്ടും. ഒരാളും ഒരു വോയിസ് അയക്കുമ്പോൾ പോലും പറയണ്ട ചങ്ങായി അങ്ങ് പറയുള്ള മുഴുവൻ പറഞ്ഞ ഒരു 30 സെക്കൻഡിൽ ഒതുക്കൻ്റെ വോയിസ് ഇത് കേൾക്കാൻ കഴിയും. എന്താ 30 സെക്കൻഡ് ഓരോ വോയിസും 30 സെക്കൻഡ് വിട്ടാലും അരമണിക്കൂർ ഒരു വോയിസ് ഇട്ടാലും കേൾക്കണതൊക്കെ ഒരേ മാതിരി തന്നെയാണ്. പക്ഷെ ഒരു വോയിസ് ഒരു 30 സെക്കൻഡിൽ കൂടുതൽ കേട്ടിരിക്കാനുള്ള സ്വസ്ഥത മനുഷ്യന് ഇല്ലാതെയായി പോയി. എനിക്കും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ചില വോയിസ് കേൾക്കുമ്പോൾ എന്താ ഇപ്പോഴാ തീരാന്ന് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. അപ്പം അങ്ങനെ സഹനശക്തി കുറഞ്ഞു പോയൊരു കാലത്താണ്. അതുകൊണ്ട് സുഖമാണ് നമുക്കൊക്കെ കുറച്ച് നേരം. പിന്നെ ഒരുപാട് വയലു പറയാന്നുള്ളതൊന്നും അല്ല ലക്ഷ്യം. പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ തട്ടുക എന്നുള്ളതാണ് വയലിൻ്റെ ലക്ഷ്യം. എന്താണ് വയലിൻ്റെ ലക്ഷ്യം? ഞാൻ കരുതിയത് നിങ്ങൾ പിരിവിനായിരിക്കും വയൽ വെച്ചതെന്നാണ്. ഞാനിങ്ങനെ വരുമ്പോൾ ഈ എൻ്റെ കൂടെയുള്ള ഉസ്താദിനോടൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് വയലും അറിയാം, ലാസ്റ്റ് ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്, സംഘാടകർ സമീപിക്കുമ്പോൾ നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറയാൻ എന്നോട് പറഞ്ഞു. ഞാൻ തലതിരിച്ചായിരുന്നു മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു സുഖമുണ്ട്, നന്നായി കിട്ടുന്ന സമയമൊക്കെ നമുക്ക് വയൽ പറയാം. വയലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഖൽബിനെ റബ്ബിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാർ ചെയ്ത പണികളൊക്കെ ഏതാണ്? ഏത് നബി വന്ന സമൂഹത്തോട് വയൽ പറയുമ്പോഴും അള്ളാഹിനോട് അടുക്കണേ എന്നാ പോലെ പറഞ്ഞു കൊടുത്തത്. ഇന്നത്തെ കാലം പ്രത്യേകിച്ചത് പറയേണ്ട കാലമാണ്.
എന്തുകൊണ്ട് റബ്ബിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അല്ലേ, അറിയാതെ എല്ലാവരും ആദ്യം കൈ വെക്ക ഇരുട്ടത്തും മൊബൈൽ മക്കാണ്. രാവിലെ ഉണന്നോ ഇരുട്ടായിരിക്കും റൂം, എന്നാലും മറ്റേ തപ്പും, മൊബൈൽ തപ്പും. അന്നേരം വെളിച്ചത്തിന് ഇത് തപ്പിയാലും നമ്മളിങ്ങനെ അറിയാതെ ഒന്നങ്ങനെ സ്ക്രോൾ ചെയ്ത് ആദ്യം തന്നെ ചിലപ്പോൾ നമ്മളെ മുമ്പിൽ വരുന്ന ആൾ ആരിഫ് ഹുസൈനാവും. ആരിഫ് ഹുസൈനെ പരിചയമല്ലേ? ഉണ്ടോ? ആരിഫ് ഹുസൈനെ പരിചയമില്ലാത്ത താത്താര് പോലും ഒന്നും ഉണ്ടാവില്ല, എല്ലാ കുട്ടികൾക്ക് പറയാം. ഇന്നലെ ഞാൻ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാസർഗോഡുകാരനായ ഒരാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യങ്ങൾ വയൽ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് നിങ്ങൾ ഈ കള്ളിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നാടാകെ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായി ട്രോളുന്നുണ്ട്, കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, 18 കൊല്ലം മുമ്പ് വയൽ പറഞ്ഞ ഒരു വയലാണ്, 18 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. അതിപ്പോൾ അന്ന് ഇവര് ട്രോളൊന്നും നമുക്കറിയില്ലല്ലോ. എന്നോട് ചെന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ കള്ളുണ്ട് എന്നുള്ള കാര്യം ഖുർആൻ എടുത്ത് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചാൽ എന്തായാലും പ്രശ്നം എന്ന് വെച്ചു. നിങ്ങൾ ചൊവ്വാഴ്ച ഒരു പ്രത്യേകതരം കള്ള് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ട്രോളുണ്ട് എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, സ്വർഗത്തിൽ കള്ളില്ല എന്നിപ്പോൾ പറയാൻ പറ്റുമോ? കള്ളുണ്ടെന്ന്, സ്വർഗത്തിൽ കള്ളുണ്ടെന്ന് ഖുർആനിലുള്ളതാണ്. അപ്പോൾ ഖുർആനിൽ സ്വർഗത്തിൽ കള്ളുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് കള്ളുടിക്കാന്ന് ഒരാൾ പറഞ്ഞാൽ ആ ആയത്ത് ഇപ്പോൾ കാലത്ത് വെട്ടിമാറ്റണമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല, ഒക്കെ ഖുർആനിലുള്ളതാണ്. അപ്പൊ എന്നോട് പറഞ്ഞത്, നിരീശ്വരവാദികൾ വല്ലാതെ രംഗപ്രവേശനം ചെയ്ത കാലം. രാവിലെ തന്നെ ഒരു താത്ത ആരിഫ് ഹുസൈൻ്റെ വോയിസ് എടുത്ത് ഇങ്ങനെ കേട്ടപ്പോൾ തലേന്ന് ഉറങ്ങട വരെ നല്ല മുഅ്മിനത്തേനു താത്ത. ആരിഫ് ഹുസൈൻ്റെ ഈദ് ഇങ്ങനെ കേട്ടപ്പോൾ ആ താത്താൻ്റെ ഈമാനിൽ ഒരു രംഗലാപം. സ്വർഗല്ല, നരകല്ല, അല്ലല്ല, മഹ്ശറല്ല, അതൊക്കെ വെറുതെ ആളുകളെ പൊട്ടാപ്പീസാക്കുകയാണ്, ആളുകളെ പൊട്ടന്മാരാക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ കേൾക്കുമ്പോൾ നമുക്കും ഇങ്ങനെ മനസ്സിലൊരുണ്ടലാണ്. പഴയ കാലത്ത് ഇതൊന്നും കേൾക്കൂലേന്ന് അങ്ങനെയുള്ള ആളുകൾ. ഓല് പറയാന്ന് കേൾക്കാൻ പാടില്ല എന്ന്. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ കേട്ടാൽ ചിന്താ സ്വാതന്ത്ര്യത്തെ തടയുകയാണോ എന്ന് അവര് ചോദിക്കുക. ചിന്താ സ്വാതന്ത്ര്യത്തെ തടയുകയാണോ? വിശുദ്ധ ഖുർആൻ 6236 ആയത്താണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നത്. ഹൃദയത്തിലേക്ക് മോശം ചിന്തകൾ കയറി വരുന്നത് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവസാനിച്ചത്. ഹൃദയത്തിലേക്ക് കയറി വരുന്നത് നമ്മൾ കാതുകൾ കൊണ്ട് കേൾക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കുന്നത്. ഖുർആൻ അവസാനിച്ചത് ഹൃദയത്തെ മോശമായ ചിന്തകളൊക്കെ വരുന്നത് നന്നായി ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനമുണ്ടാക്കുന്ന പൈശാചികതയിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിച്ചുകൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനമുണ്ടാക്കുന്നത് ആരൊക്കെയാണ്? മിനൽ ജിന്നത്തി വന്നാസ്. പിശാചുക്കൾ ദുർബോധനമുണ്ടാക്കുന്നുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളും ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് ഖുർആൻ അവസാനിപ്പിച്ചത്. ഞാന് കടവത്തൂർ ഭാഗത്ത് പോയപ്പോൾ ഒരാളൊരു കുട്ടീനെ കാണിച്ചു തന്നു. എന്നോട് ഉസ്താദേ, ഈ മോക്ക് 2.5 വയസ്സായി, സംസാരിക്കൂല. എന്താ സംസാരിക്കാൻ? ചെവി കേൾക്കൂല. അപ്പൊ കേൾക്കാത്തത് കൊണ്ട് സംസാരിക്കൂല. കേൾക്കണം, മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിയതാണ് സംസാരിക്കുക. അപ്പൊ കേൾക്കാത്ത ഒരാൾക്ക് പിന്നെ അയാളുടെ കണ്ണുകൊണ്ട് കാണുന്നതേ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കുകയുള്ളൂ. അപ്പൊ കണ്ണും ചെവിയും ശ്രദ്ധിക്കണേ എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. നന്നായി ശ്രദ്ധിക്കണോന്ന്, നന്നായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കേവലം മദ്രസകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, തലമുറകളെ പിടിച്ചു നിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ദാഇമാർക്ക്, പ്രബോധകന്മാർക്ക് വളരെയേറെ ചുമതലകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ
ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിഷ്പക്ഷമായ ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. ചെറുപ്പക്കാര് നന്നായി ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരികൾ ശ്രദ്ധിക്കണം. ലോകത്തിപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കേണ്ടവനാണ് എന്ന്. നമ്മളെ ചില കുട്ടികളൊക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞെന്താ, ഞാൻ കല്യാണം കഴിക്കണമെന്നില്ല, ഞാൻ സ്വതന്ത്രമായി ജീവിക്കാം. കല്യാണം അടിമത്താണ്, വിവാഹം അടിമത്തമാണ്. വിവാഹം ഒരാൾക്ക് വിധേയപ്പെടലാണ്. ഞാൻ സ്വതന്ത്രമായി ജീവിക്കുകയാണ്. സ്വതന്ത്രമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങളുണ്ട്. കേവലം ഒരു ആശയമല്ല, അതിൽ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങളുണ്ട്. അപ്പൊ ഞാൻ പ്രപഞ്ചനാഥനായ അല്ലാഹുവിലേക്ക് ജനഹൃദയങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ദാഇമാരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കാലമാണിത്. ഒരു ചെറു സമയം നിഷ്പക്ഷമായ ചില ചിന്തകൾ അത് പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങള് നന്നായി സ്വലാത്ത് ചൊല്ലണം. വേറെ നേരം നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സമയമാകുമ്പോൾ നേരെ ദുആ ചെയ്യും. എന്നിട്ട് നമ്മൾ പെരിയും. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ ഖബൂലാക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞ പോലെ നന്മയിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഈ ഉമ്മത്തിനെ ഒന്നാക്കി നിലനിർത്തണേ റബ്ബേ. ഇനിയൊരു പിളർപ്പിന്റെ വക്കിലേക്ക് ഉമ്മത്തിനെ നീ തള്ളിവിടരുത് അല്ലാ. പടച്ച റബ്ബേ, ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നതും ഭിന്നിപ്പിക്കുന്നതും നീ തന്നെയാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? നിന്റെ കലാമിലൂടെ നീ പറഞ്ഞു തന്നില്ലേ? ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഔസ് ഖസറജ് ഗോത്രങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കിയ പുണ്യ നബിയോടല്ല പറയുകയാണ്, ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഹബീബായ നബിയേ, പ്രപഞ്ചത്തിലുള്ള സർവവും ഭൂമിയിലുള്ള സർവവും അങ്ങ് ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പ് ഉണ്ടാക്കാൻ അങ്ങ് വിചാരിച്ചെങ്കിൽ കഴിയുമായിരുന്നില്ല. അത് അല്ലാഹു ചെയ്ത പണിയാണെന്ന് റബ്ബേ. ഞങ്ങളുടെ നാടിനെ ഒന്നായി നിലനിർത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ ഒന്നാക്കി നിലനിർത്തണയല്ല. ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പ് തരണയല്ല, രജ്ഞിപ്പ് തരണയല്ല. റബ്ബനായ ഉമ്മത്തിനെ എന്നും നീ ഒന്നാക്കി നിലനിർത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ നന്മയുടെ എല്ലാ പുരോഗതിയും നീ നിലനിർത്തണയല്ല. റബ്ബിനോട് നന്നായി ദുആ ചെയ്യുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യേണ്ട കാലമാണിത്. ഞാൻ നിഷ്പക്ഷമായ ചില ചിന്തകൾ നിങ്ങളിലേക്ക് പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോ ചിന്തിച്ചു, ഞാൻ എന്ന് ഭൂമിയിലേക്ക് വന്നു. ഞാൻ എങ്ങനെ ആലോചിച്ചു, 1976 ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഞാൻ ആലോചിച്ചു, അതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ഭൂമി ലോകത്ത് എവിടെ തെരഞ്ഞാലും എന്നെ കിട്ടുമായിരുന്നില്ല. ഇനി ഒരു ദിവസം ഞാൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകും. അപ്പൊ എന്നെ ഭൂമിയിൽ എവിടെ തെരഞ്ഞാലും കണ്ടു കിട്ടുകയും സാധ്യമല്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഞാൻ ഭൂമിയിലേക്ക് വന്നതെങ്ങനെ? എന്റെ മാതാപിതാക്കളിലൂടെ. നിങ്ങൾ ചിന്തിക്കണം, എന്റെ മാതാപിതാക്കൾ എങ്ങനെ വന്നു? അവരുടെ മാതാപിതാക്കളിലൂടെ. ഞാൻ എന്റെ ഷെൽഫിൽ നിന്നൊരു പുസ്തകമെടുത്ത് വായിച്ചു. മനുഷ്യരുടെയും പ്രപഞ്ചത്തിന്റെയും ജന്മത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ചില പഠനങ്ങളൊക്കെ. അപ്പൊ അതിൽ പല രീതിയിലുള്ള പഠനങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ഞാനുണ്ടായത് എന്റെ മാതാപിതാക്കളിലൂടെ, എന്റെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളിലൂടെ, അവരവരുടെ മാതാപിതാക്കളിലൂടെ. ഇങ്ങനെ കടന്നു പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് ആദ്യത്തെ ഒരു മനുഷ്യനിലാണ്. ആദ്യത്തെ മനുഷ്യനിൽ, അത് ഇസ്ലാം പറയുന്നു, ആദ്യത്തെ ഒരു മനുഷ്യനിൽ നിന്നാണ് ഭൂമി ലോകത്തേക്ക് മനുഷ്യരുണ്ടായത്. ആ മനുഷ്യനാരാതാണ്? ഹബീബായ റസൂലുള്ള പരിചയപ്പെടുത്തിയ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. എന്നാൽ ചെറുപ്പക്കാരോട് ഞാൻ പറയാൻ, ഇസ്ലാം പഠിപ്പിച്ചത് തന്നെയാണ് സത്യമെന്നാൽ ഒരു നിഷ്പക്ഷമായ ചർച്ചക്ക് അതെടുക്കണ്ട. ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നു, പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച ശാസ്ത്രം എന്ത് പറയുന്നു? ശാസ്ത്രം
പറയുന്നത് അങ്ങനെ തന്നെ. ഈ മനുഷ്യ പരമ്പര അങ്ങനെ കടന്നു ചെന്നാൽ എത്തുന്നത് ഏകകോശ ജീവിയായ അമീബയിലേക്കാണ്. അവരുടെ ഒരു പഠനം പറയുന്നത് എങ്ങനെയാണ്? ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് അതിപരിണമിച്ച് പൂച്ചയുണ്ടായി, പട്ടിയുണ്ടായി, കുരങ്ങുണ്ടായി, അവസാനം കുരങ്ങിന്റെ വാൽ മുറിഞ്ഞുണ്ടായി എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ. ഡാർവിന്റെ സിദ്ധാന്തം അങ്ങനെയാണ്. ഓക്കെ, ശാസ്ത്രം പറയുന്ന ആദ്യത്തെ മനുഷ്യനായിക്കോട്ടെ, നമ്മളൊരു പഠനത്തിന് വേണ്ടി, ഒരു നിഷ്പക്ഷമായ ചർച്ചയ്ക്ക് വേണ്ടി പറയുകയാ. ഈ മനുഷ്യനായിക്കോട്ടെ, രണ്ടായാലും ഇസ്ലാം പറയുന്ന ആദ്യത്തെ മനുഷ്യനായാലും ഡാർവിന്റെ സിദ്ധാന്ത പ്രകാരമോ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന ആദ്യത്തെ മനുഷ്യനായാലും, ഈ ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് എത്ര കൊല്ലമായി? ചിന്തിക്കണം. ഇവിടെ നിങ്ങൾ ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. പണ്ട് മുതലേ മനുഷ്യനില്ല, മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്. ഈ കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ മതമുള്ളവനും മതമില്ലാത്തവനും, ദൈവത്തെ വിശ്വസിക്കുന്നവനും ദൈവത്തെ അംഗീകരിക്കാത്തവനും, ഹൈന്ദവ മതസ്ഥനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും, മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും, ജൈനനാണെങ്കിലും ജൂതനാണെങ്കിലും, എല്ലാരും പറയുന്നത് പണ്ട് മുതലേ മനുഷ്യ സാന്നിധ്യം ഈ ഭൂമിയിലില്ല. ഒരു സുപ്രഭാതത്തിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ്. ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കാതെ നടന്നാൽ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ പഠിക്കണ്ടേ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, പണ്ട് മുതലേ ആധുനിക ശാസ്ത്രത്തോടാ നിങ്ങൾ ചോദിക്കേണ്ടത്. ആധുനിക ശാസ്ത്രത്തോട്, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളോട്, ആരിഫ് ഹുസൈൻ അടക്കമുള്ള നിരീശ്വരവാദികളോട് ചോദിക്കണം, പണ്ട് മുതലേ മനുഷ്യൻ ഈ ഭൂമിയില്ലെങ്കിൽ എന്നാണവൻ ഭൂമിയിലേക്ക് വന്നത്? എന്നാണവൻ വന്നത്? രണ്ടാമത്തെ ചോദ്യം, എന്തിനാണവൻ വന്നത്? വെറുതെ വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 7 മണി വരെ ഞാൻ ഒളവട്ടൂരിലില്ല. 7 മണി വരെ നിങ്ങളെ പുതിയടത്ത് പറമ്പിൽ ഞാനില്ല. ഇത് പുതിയടത്ത് പറമ്പാണോ ഒളവട്ടൂരാണോ? ഒളവട്ടൂരയുടെ അപ്പൊ ഒളവട്ടൂരിന്റെ ഭാഗമാണ്. ഒളവട്ടൂരിന്റെ ഒരു ഭാഗമാണ് പുതിയടത്ത് പറമ്പ്. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ രണ്ടും ഒന്ന് തന്നെയാണ്. ഞാനൊക്കെ വയനാട്ടിൽ പോയിട്ട് വയനാട്ടിൽ ചോദിച്ചു, വയനാട് എവിടെയെന്ന് ചോദിച്ചു. ഓരോന്നും ഇവിടെ തന്നെ. അപ്പം ഞാൻ ചോദിച്ചത് സുൽത്താൻ ബത്തേരിയല്ലേ? ആ, സുൽത്താൻ ബത്തേരിയാണ്, വയനാടുമാണ്. കൽപ്പറ്റ പോയിച്ച് ഞാൻ അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചു, വയനാട് എവിടെയെന്ന് ചോദിച്ചു. ഓരോന്നും ഇവിടെ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കൽപ്പറ്റല്ലേ? കൽപ്പറ്റയാണ്, വയനാടുമാണ്. ഏതായാലും 7 മണി വരെ ഞാൻ പൊടിയേടത്ത് പറമ്പിലില്ല. 7ക്ക് ശേഷം ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഈ വയലിനല്ല വന്നതെങ്കിൽ ഞാൻ ഈ റോഡ് സൈഡിൽ ഇറങ്ങി നിൽക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ബാഖവി ഉസ്താദ് കണ്ടാൽ എന്നോട് വന്ന് ചോദിക്കും, എപ്പോഴേ വന്നത്? എന്തിനെ വന്നത് ചോദിക്കൂലേ? എന്തിനെ വന്നത്? ഇന്ന് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാതിരുന്നത് നിങ്ങൾ നോട്ടീസ് അടിച്ചു പരസ്യം ചെയ്തത് കൊണ്ടാണ്. ഏത് മനുഷ്യനും ചോദിക്കണ ചോദ്യമാണിത്. എപ്പോൾ വന്നോ? എന്തിനു വന്നോ? ചോദ്യാണ്, എന്തിനു വന്നോ? ഈ വിശാലമായ ഭൂമിയിലെ മനുഷ്യലോകത്തെ ആര് പടച്ചുവിട്ടു? എന്തിനാണ് ഈ മനുഷ്യനെ പടച്ചുവിട്ടത്? വെറുതെ വന്നതാണോ? ഈ കാണുന്ന എല്ലാ സംവിധാനവും മനുഷ്യന് വേണ്ടിയാണ് എന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. ആ ശാസ്ത്രത്തോട് ചോദിച്ചു നോക്ക്, ഈ സംവിധാനങ്ങളൊക്കെ ഏത് മനുഷ്യന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്? ആ മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിക്കും നിങ്ങൾ. ചിന്തിക്കണം. നമ്മളിങ്ങനെ അന്ധരായി നടന്നാൽ പറ്റില്ല. വിശുദ്ധ ഖുർആനും പറഞ്ഞത് എങ്ങനെയാണ്? കാണുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോഴാണ് റബ്ബിലേക്ക് എത്താൻ കഴിയുക, അപ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. നമുക്ക് അല്ലാഹു തആല നൽകിയ അനർഘമായ ഓരോ സെക്കൻഡുകളും നമ്മൾ ചെലവഴിക്കേണ്ടത് എന്തിനാ? വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ.
വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളില് ഒരു മനുഷ്യനയാരുടെ സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ ചില ചിന്തകളാണ് നമ്മൾ ഈ സദസ്സിൽ ചർച്ച ചെയ്യുന്നത്. അർഹമുർ റഹീമീനായ റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മൂന്നാമത്തെ ചോദ്യമുണ്ട്, എങ്ങോട്ടാണ് ഈ മനുഷ്യന്റെ പോക്ക്? ഞാൻ പറഞ്ഞില്ലേ, നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്നുറപ്പില്ലാത്തവരാണ് നമ്മളാരും. നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്നുറപ്പില്ല. ഞാൻ എപ്പോഴാ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരിക എന്നെനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോ, സെന്റർ ഹാളിൽ ഇരിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എൻ്റെ നാട്ടിൽ വെച്ചാണ് എൻ്റെ മരണമെങ്കിൽ പടച്ച റബ്ബേ എന്റെ മയ്യിത്ത് കിടത്തേണ്ട സ്ഥലമല്ലേ ഇത് എന്ന്. അതൊരു പക്ഷെ നാളെയായിരിക്കുമോ മറ്റന്നാളായിരിക്കുമോ? ചോദിക്കു നിങ്ങൾ, ദൈവമില്ല, മരണശേഷം ജീവിതമില്ല എന്ന് പറയുന്നവരും മരിച്ചു പോകുന്നില്ലേ? ഈ മനുഷ്യന്റെ പോക്കെങ്ങോട്ടാ? ഏറ്റവും പ്രധാനമായ 3 ചോദ്യമാണത്. അതിലൊന്നാമത്തെ ചോദ്യം, എവിടെന്നാണ് ഈ മനുഷ്യൻ വന്നത്? ആധുനിക ശാസ്ത്രത്തോട് ചോദിച്ചു നോക്ക് നിങ്ങൾ. സ്പേസിലേക്ക് യാത്ര ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിട്ട് ഏതാനും വർഷങ്ങൾക്കകം ഞങ്ങൾ ആകാശലോകങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തോട് ചോദിക്കേ, 2030 ആകുമ്പോഴേ ആദ്യ ബഹിരാകാശ യാത്രികർ ചൊവ്വയിലെത്തുമെന്ന് അവകാശപ്പെടുന്ന ആധുനിക ലോകത്തെ ശാസ്ത്രത്തോട് ചോദിക്കേ, ഈ മനുഷ്യൻ എവിടുന്ന് വന്നോ? തരല്ല. എവിടെന്ന് വന്നു? കൃത്യമായ ഉത്തരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകകോശ ജൈവികയായ അമീബയിൽ നിന്ന് പരിണമിച്ചുണ്ടായ മനുഷ്യനെ കുറിച്ചാണ് ആധുനിക ശാസ്ത്രത്തിന് പറയാനുള്ളതെങ്കിൽ കൃത്യമായി ഇത് തെളിയിക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, പുതിയൊരു ചിന്തയുണ്ട് ശാസ്ത്രലോകത്ത്. ദ തിയറി ഓഫ് ഒപ്പാർ എന്നാണ് ആ തിയറിയുടെ പേര്. ഒപ്പാറിന്റെ സിദ്ധാന്തം എന്നാണ് ശാസ്ത്രം ആ സിദ്ധാന്തത്തെ വിളിക്കുന്നത്. ഒപ്പാർ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യ ശരീരത്തിന്റെ സ്വഭാവ ഗുണങ്ങളും കളിമണ്ണിന്റെ സ്വഭാവ ഗുണങ്ങളും തമ്മിൽ വലിയ ബന്ധം കാണുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യ ശരീരം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് എന്ന ചിന്തയാണ് ശരിയെന്ന് എന്റെ ചിന്തയെ, എന്റെ കണ്ടുപിടുത്തത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നുവെന്നാണ് അയാൾ പറഞ്ഞത്. മനുഷ്യ ശരീരം മണ്ണിൽ നിന്ന് സിദ്ധിക്കപ്പെട്ടതാവാനാണ് സാധ്യത എന്ന് വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലഖനൽ ഇൻസാന മിൻ തീൻ, മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ് എന്ന് രാജാതിരാജനായ അള്ളാഹു എടുത്തു പറയുകയാണ്. അത് ആദം നബി അലൈഹി ഇസ്ലാമിന് മാത്രമല്ല, ആദം നബിയെ മണ്ണെന്നാ സൃഷ്ടിച്ചത്. നമ്മളെയോ മണ്ണും തന്നെ. നമ്മളെയോ മണ്ണിൽ നിന്ന് തന്നെ. എന്തുകൊണ്ട്? 48 കൊല്ലം മുമ്പ് ഞാൻ ഭൂമിയിലെ ഏതോ പച്ചക്കറിയിലായിരുന്നു, അല്ലെങ്കിൽ ഏതോ കിഴങ്ങിലോ ധാന്യങ്ങളിലോ ആയിരുന്നു. 48 കൊല്ലം മുമ്പ്, 48 കൊല്ലം മുമ്പ് ഞാൻ ഭൂമിയിലെ ഏതോ പച്ചക്കറിയിലോ കിഴങ്ങിലോ ഒക്കെ ആയിരുന്നു, ധാന്യങ്ങളിലോ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ പറയാൻ കാരണം, എന്റെ പിതാവിന്റെ മുതുകിലൂടെയാണല്ലോ ഞാൻ ഭൂമിയിലേക്ക് വരുന്നത്. എന്റെ പിതാവിന്റെ ശരീരം വളർന്നത് എന്റെ പിതാവ് കഴിച്ച ഭക്ഷണങ്ങളിലൂടെയാണ്. എന്റെ പിതാവിന്റെ പ്രായപൂർത്തിയായി, ശരീരം നന്നായി വളർന്നപ്പോഴാണല്ലോ എന്റെ പിതാവിന്റെ മുതുകിലൂടെ അല്ലാഹു തആല എന്നെ സൃഷ്ടിക്കാനുള്ള സംവിധാനമല്ല ചെയ്തത്. ആ ശരീരം വളർന്നത് കഴിച്ച ഭക്ഷണത്തിലൂടെയാണ്. ആ ഭക്ഷണത്തിലൂടെയാണ് മുതുകിലൂടെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ആ ജലത്തിന്റെ സഞ്ചാരമുണ്ടാകുന്നത്. അതപ്പ കഴിച്ച ഭക്ഷണത്തിലൂടെ ഉണ്ടായതാണ്.
മനുഷ്യ ശരീരത്തിന് ലഭിച്ച ആരോഗ്യം അങ്ങനെയാണ്. അപ്പൊ നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കിഴങ്ങിലോ പച്ചക്കറികളിലോ ധാന്യങ്ങളിലോ അതുണ്ടായത് മണ്ണിൽ നിന്ന്. മണ്ണില്ലാതെ അതിന് ഉണ്ടാവാൻ കഴിയില്ല. എല്ലാ മനുഷ്യന്റെയും ഉത്ഭവം മണ്ണിൽ നിന്നാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ചിന്തിക്കണേ നിങ്ങൾ, മണ്ണിൽ നിന്ന് നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചു പാകപ്പെടുത്തിയ പ്രപഞ്ചനാഥനായ റബ്ബിന് നമ്മെ രണ്ടാമത് മടക്കി പടക്കാൻ കഴിയില്ലെന്നോ? ഖുർആൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ്. മരണത്തിന് ശേഷം ജീവിതമില്ല. ഇന്നത്തെ കുട്ടികളതാ പറഞ്ഞേ, അടിച്ചു പൊളിച്ചോളൂ. നമ്മള് മദ്രസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? മദ്രസ ഒക്കെ കഴിഞ്ഞ് 8ഓ 10ഓ കഴിഞ്ഞ കുട്ടികൾ പിന്നെ ഡിഗ്രി പഠിച്ചു വരുമ്പോഴേക്ക് അവർ പഠിച്ചതൊക്കെ മറന്നു പോവുകയാണ്, തിരസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ സിഫത്തുകൾ അവർ പഠിച്ചിട്ടുണ്ട്, റബ്ബിനെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്, ദീന് പഠിക്കേണ്ട അടിസ്ഥാനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. 10 വരെ പഠിച്ച കുട്ടിയാണ്. ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവൾ നിരീശ്വരവാദിയാവാൻ. അവള് പറയാണ് അവൾ പറയാണ് മതത്തിന്റെ ആവശ്യമില്ല, മരണശേഷമുള്ള ജീവിതമില്ല. പെങ്ങളെ, ഇത് പുതിയ വാദമല്ല, പുതിയ ചോദ്യമല്ല, പുതിയ വാദമുഖങ്ങളല്ല. ഇത് പണ്ടേ ചില മനുഷ്യർ വാദിച്ച വാദങ്ങളാണ്. അവരെന്തിനു വാദിച്ചതാണെന്നറിയോ? ഐഹിക ജീവിതത്തിൽ തോന്നിയതൊക്കെ നടപ്പിലാക്കാൻ, തോന്നിയതുപോലെ ജീവിക്കാൻ അവർ പറഞ്ഞ ചില ന്യായവാദങ്ങളാണ്. അല്ലാഹു തആല ന്യായവാദങ്ങളെ മുനിയൊടിക്കുകയാണ്. ഖാല മയ്യുഹിയില്ലാഹ വഹിയ റമീം. ആളുകൾ ചോദിക്കുന്നു, നുരമ്പിപ്പോയി മരിച്ചിട്ട് ശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ച് 5ഓ 10ഓ കൊല്ലം കഴിഞ്ഞു നോക്കുമ്പോൾ അത് നുരമ്പിപ്പോയിരിക്കുകയാണ്. ആ നുരമ്പിപ്പോയ ശരീരം രണ്ടാമത് മടക്കി പടക്കുമെന്നോ? ഖാല മയ്യുഹിയില്ലാഹ വഹിയ റമീം ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. രൂപങ്ങളില്ലാതെ, ഭാവങ്ങളില്ലാതെ, ഒരു മാതൃകയുമില്ലാതെ ഈ മനുഷ്യ ശരീരത്തെ ആദ്യം സൃഷ്ടിച്ചവൻ ആരാണോ അവൻ നിങ്ങളെ മണ്ണിൽ നിന്ന് തിരിച്ചു പടക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാ ഞാൻ പറഞ്ഞ 48 കൊല്ലം മുമ്പ് ഏതോ മണ്ണിൽ, ഒരുപക്ഷെ ഉളവട്ടൂരിന്റെ മണ്ണിലുണ്ടായ പച്ചക്കറികളിൽ, അല്ലെങ്കിൽ നെൽകൃഷിയിൽ, അല്ലെങ്കിൽ ഗോതമ്പിൽ ഒക്കെയായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങനെ പാകപ്പെടുത്തിയ പടച്ച റബ്ബിന് ഖബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് രണ്ടാമത് തിരിച്ചു പടക്കാനും കഴിയില്ലെന്നോ? യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഏത് രീതിയിലും സൃഷ്ടിപ്പ് നടക്കാൻ പരിജ്ഞാനമുള്ളവനാണ് റബ്ബെന്ന് അല്ലാഹു തആല പറഞ്ഞു തരാൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ എവിടെന്ന് വന്നോ? മനുഷ്യൻ എവിടെന്ന് വന്നു? ശാസ്ത്രത്തിന് കൃത്യമായ മറുപടിയില്ല. രാജാതിരാജനായ റബ്ബ് പറഞ്ഞത്, മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കണേ നിങ്ങൾ ശാസ്ത്രത്തോട്, എന്തിനാണ് ഈ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്? മറുപടിയില്ല അവർക്ക്. എന്തിനു വന്നു? ഒരു മറുപടിയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ ഭൗതികവാദികളോട് എന്തിനാ മനുഷ്യൻ വന്നത്? ആരാ പറഞ്ഞു വെച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇനി ഞങ്ങൾ വയലോരം അങ്ങോട്ട് വന്നില്ലേ? നിങ്ങൾ ചോദിക്കൂല ഞങ്ങളോട്, ആരാ ഞങ്ങളെ ക്ഷണിച്ചത്? ആരാ ഭൂമിയിലേക്ക് മനുഷ്യനെ പടച്ചു വിട്ടത്? അല്ലാഹു പറയാണ്, ഞാനാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹയല്ലാതെ നമ്മളെ പഠിച്ചു വിട്ടതിന്റെ അവകാശം ഒരാളും ഉന്നയിച്ചിട്ടില്ല. വേറെ ചില ആൾക്കാർ പറയാം, അത് ഇങ്ങനെ പ്രകൃതിയാണ് പഠിച്ചു വിട്ടതാണ്, പ്രകൃതി അങ്ങനെ പഠിച്ചുവിടുവോ? എന്തിനാണ് ഈ മനുഷ്യൻ വന്നത്? രണ്ടാമത്തെ ചോദ്യം മറുപടിയില്ല. നമ്മളിങ്ങനെ 10ഓ 40ഓ 60ഓ 80ഓ വയസ്സിങ്ങനെ ജീവിക്കാൻ, പിന്നെ നമ്മളാണ് മരിച്ചു പോവാൻ. ഈ വന്നതിനൊരു ലക്ഷ്യമില്ലെന്നോ? ഈ കാണുന്ന എല്ലാ സംവിധാനവും മനുഷ്യർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ഞാനത് പറയും സമയം ലഭിച്ചാൽ. അതിന്റെ പിന്നിലൊന്നും എന്നിട്ട് ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടൊരു ലക്ഷ്യമില്ലെന്നോ? വിശുദ്ധ ഖുർആൻ
എന്തിന് മനുഷ്യൻ വന്നുവെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ ശാസ്ത്രലോകം പ്രയാസപ്പെടുമ്പോഴാ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ മറുപടി, ഖലഖനൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കാനാ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു വിട്ടത്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കലാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്. ഏത് റബ്ബിനെ? നമ്മുടെ സൃഷ്ടിച്ച റബ്ബിന്, നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബിന്. ഒരു മുതലാളി ഒരു പണിക്ക് വിളിച്ചാൽ, രാവിലെ 7 മണിക്കൊരു തൊഴിലാളി വന്നാൽ 2 മണി വരെ ആ മുതലാളിയുടെ ടൈമാണത്. ആ മുതലാളി അതിനാണ് അയാളെ വിളിച്ചത്. ആ 2 മണിയും വരെയും ആ മുതലാളിക്ക് വിധേയപ്പെട്ട സമയമാണത്. അയാൾ പറഞ്ഞത് കേൾക്കണോ? അങ്ങനല്ലേ നമ്മളൊരു തൊഴിലാളിനെ പണിക്ക് വിളിച്ച് നമ്മൾ പറഞ്ഞതല്ലോ അവൻ ചെയ്യണേ, ഓന്ന് തോന്നണ അവൻ ചെയ്യണേ, നമ്മളെന്താ പറയാ? നല്ല തൊഴിലാളി എന്നാ പറയാ. നാളെ ഓനെ തന്നെ വിളിക്കണമെന്നാ, ഇറങ്ങി പോ ചങ്ങായി, ഞാൻ പറഞ്ഞ പണിയെടുക്കാനാ എന്നെ വിളിച്ചതെന്നാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു നമ്മളെ പടച്ചുവിട്ടതിനാണ്, അല്ല പറഞ്ഞ പണിയെടുക്കാനാണ്. അതാണ് അടിമയുടെ സ്വഭാവം, അങ്ങനെയാണ്. ഇതെന്തിന് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അടിമയങ്ങനെയല്ലേ, ഉടമയും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ. സാധാരണ ഒരു കൂലിവേലക്ക് വിളിച്ച തൊഴിലാളിയും മുതലാളിയും തമ്മിൽ അങ്ങനെയല്ലേ. മുതലാളി പറയാ, എന്റെ ഈ ചുമരൊക്കെ നീ തേച്ച് വൃത്തിയാക്ക്, അല്ലെങ്കിൽ പറഞ്ഞു എന്റെ ഈ പറമ്പിന് നല്ല ഒരു മതില് കെട്ടണം. അപ്പൊ തൊഴിലാളി ചോദിക്കാം, എന്തിനാ മുതലാളി ഈ പറമ്പിന് മതില് എന്ന് ചോദിച്ചാല് എന്താ മുതലാളി പറയാ? ഓടാ അവിടുന്ന്, എന്നെ ഞാൻ പണിക്ക് വിളിച്ചതാണ്. ഇതല്ലേ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, അങ്ങനെയല്ലേ. മുതലാളിക്ക് ആ സമയം കീഴ്പ്പെടേണ്ടവനല്ലേ തൊഴിലാളി, എന്നാൽ ഉടമസ്ഥനായ റബ്ബിന് വിധേയപ്പെടേണ്ടവനല്ലേ അടിമ. അത് ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ചോദ്യത്തിന് പ്രസക്തിയില്ല. നിസ്കാരന്തിനാ, നോമ്പന്തിനാ, ഹജ്ജന്തിനാ? ഞാൻ മനസ്സിലാക്കണം എന്താ, ഒരുപാട് ചെറുപ്പക്കാരെ നോമ്പും, ചെറുപ്പക്കാരെന്നല്ല എല്ലാത്തോലും നോമ്പും ഫസാദ. എന്താ കാരണം? എന്നോടൊരാൾ മൊബൈൽ കാണിച്ചിട്ടുണ്ട്, ഉസ്താദേ, നോമ്പിന് ഇത്രക്ക് ആരോഗ്യ ഗുണമുണ്ടെങ്കിൽ, നോമ്പിന് ഇത്രമാത്രം ആരോഗ്യ ഗുണമുണ്ടെങ്കിൽ സ്ഥിരമായി നോമ്പെടുക്കാലോ. അപ്പം എനിക്ക് മനസ്സിലായി, മൂപ്പര് നോമ്പെടുക്കണേൽ ഉള്ളിന് നെയ്യത്ത് എന്താ, മൂപ്പരെ ഈ വൈദ്യശാസ്ത്രം പറയുന്ന കുറെ ഗുണമല്ലോ ഒക്കെ കിട്ടണതാണ്. അപ്പൊ നബൈത്തു സോമഹദിന്നതായി, പഠിച്ചോനെ ഞാൻ നോമ്പൊൽക്കാൻ നെയ്യത്ത് ചെയ്തു എന്നപ്പോ മൂപ്പരെ മനസ്സിൽ എന്താ വെച്ചാല് ഇതിന് കുറെ ആരോഗ്യ ഗുണമുണ്ടല്ലോ. ആരോഗ്യ ഗുണഞ്ഞില്ല എന്നൊക്കെ, എന്നാലും അടിമ ചെയ്യേണ്ടത് അവൻ റബ്ബിന് വേണ്ടി അന്നപാനീയം ഉപേക്ഷിക്കുകയാണ്. ചോദ്യത്തിന് പ്രസക്തിയില്ല അവിടെ. അത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണത്. ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിന് വിധേയപ്പെടാനാണ് പടച്ച റബ്ബ് നമ്മെ സൃഷ്ടിച്ചു വിട്ടത്. മൂന്നാമത്തെ ചോദ്യമുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? നമ്മൾ 10, 40, 60 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഏറ്റവും നല്ല രീതിയിലാക്കണേ റബ്ബേ, ഏറ്റവും നല്ല ദിവസമാക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു മരണപ്പെടാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യേണ്ട സംഗതിയാണത്. അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ റബ്ബിലേക്ക് ചെന്നു ചേരാനുള്ള ഭാഗ്യം തരട്ടെ. 60 കഴിഞ്ഞാൽ ഒരാൾ പോവാൻ. ചില ആളുകൾ 10ാമത്തെ വയസ്സിൽ, ചെറിയ 20-ൽ, 35-ൽ, 40-ൽ. ഇന്നലെ ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയപ്പോ, വയലിന്റെ സമാപനം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ബാംഗ്ലൂരിൽ നിന്ന് എന്റെ കുടുംബക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ആയി മരിച്ചിട്ടവന്റെ മയ്യത്ത് കൊണ്ടുവരാൻ. ഞാൻ ചോദിച്ചു, എങ്ങനെ ആക്സിഡന്റ് ആയത്? ഭക്ഷണവുമായി പോകുമ്പോ എതിരെ വന്ന ലോറി മേലേക്ക് കയറിയതാണ്. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞിട്ട് മയ്യത്ത് വരുന്നുണ്ട്. 25 വയസ്സാണ് അല്ലാഹു ജീവിക്കാനുള്ള ആയുസ് കൊടുത്തത്. വേറെ ചില ആളുകൾ 30-ആണ്, 40-ആണ്, 60-ആണ്. വേറെ ചില ആളുകൾ 80-ആണ്, 90-ആണ്. അങ്ങനല്ലേ? ചില ആളുകളോ ഒരുപാട് കാലം അവർ ജീവിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, പക്ഷേ പെട്ടെന്ന് അവർ മരിച്ചു പോവാൻ. വേറെ ചില ആളുകളോ വേഗമൊന്നവർ മരിച്ചു
കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവർ ഒരുപാട് കാലം ജീവിക്കുകയാണ്. കമ്മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ അലീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. വാപ്പക്ക് 86 വയസ്സായി, കിടപ്പിലായിരുന്നു വാപ്പ. ആ വാപ്പക്ക് പിന്നെ സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നിട്ട് പിന്നെ 10 കൊല്ലമാ കിടന്നത്. ആ കിടത്തം കൊണ്ടൊരു ഫായിദയുമില്ല. പക്ഷെ ദീർഘമായി ഇങ്ങ് ജീവിക്കുക. മക്കൾ പോലും വിചാരിക്കാണ് വാപ്പയെന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ മരിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്ക്, വേറെ ചില ആളുകൾ പെട്ടെന്നാണ് അവർ മരിച്ചു പോകുന്നത്. ഏതായാലും എല്ലാവരും ഭൂമിയിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരവില്ല. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഭൂമിയിലേക്ക് ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. ഒരാളും ഇനി തിരിച്ചു വരില്ല. ഈ യാത്ര എങ്ങോട്ടാണ്? ഈ യാത്ര എങ്ങോട്ടാ? നിങ്ങളൊന്ന് ചോദിക്ക്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നിങ്ങൾ വിചാരിക്ക്, അവരുടെ വാപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണെന്ന് വിചാരിക്ക്. നിങ്ങൾ 3-ാമത്തെ വയസ്സിൽ മരിച്ചതാ. വാപ്പയെ കണ്ട ഓർമ്മയില്ല. വാപ്പയെ കാണണമെന്ന ഒരാഗ്രഹം. ഉമ്മയോട് ചോദിച്ചു, ഉപ്പയുടെ ഖബർ എവിടെയാണ്? നാട്ടുകാരോട് ചോദിച്ചു, നാട്ടുകാർ കാണിച്ചു കൊടുത്തു. നിങ്ങൾ വിചാരിക്ക, അയാൾ ചെന്ന് ഖബറിന്റെ മേലെയുള്ള മീസാൻ കല്ലുകൾ എടുത്തു മാറ്റിയിട്ട് മൺവെട്ടി കൊണ്ട് ഖബറിന്റെ മുകളിലുള്ള മണ്ണവർ എടുത്തു മാറ്റുകയാണ്. മണ്ണ് മാറ്റിയതിന് ശേഷം അയാൾ തന്റെ ഉപ്പയെ കാണാറുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മണ്ണ് മാറ്റിയിട്ട് അയാൾ മുട്ടോളം താഴേക്കെത്തിയപ്പോഴാ വാപ്പയുടെ ഖബറിന്റെ മീതെ എടുത്തു വെച്ചു പോയ വെട്ടുകല്ലിലേക്ക് എത്തുന്നത്. ഓരോ കല്ലും അവർ എടുത്തു മാറ്റിയിട്ട് വാപ്പയെ കാണാനുള്ള ആഗ്രഹത്തോടെ ഖബറിന്റെ ആഴിലേക്ക് എത്തി നോക്കുന്നു. വാപ്പയില്ല. വാപ്പാന്റെ മുഖമില്ല. വാപ്പാന്റെ കൈകാലുകളില്ല. കയ്യിലുള്ള മൺവെട്ടി കൊണ്ട് ആ ഖബറിന്റെ ആഴിയിലേക്ക് താഴ്ത്തിയിട്ട് മണ്ണ് ചികഞ്ഞു നോക്കുകയാ. ഉപ്പയെ കണ്ടില്ലെങ്കിലും ഉപ്പയുടെ ശരീരത്തിന്റെ അസ്ഥിപഞ്ചരങ്ങളെങ്കിലും കാണട്ടെ എന്ന് കരുതിയിട്ട് ചികഞ്ഞു നോക്കുന്നു. ഒരസ്ഥി പോലും കണ്ടെത്താൻ പറ്റിയില്ല. ചോദിക്ക നിങ്ങൾ ലോകത്തോട്, ഈ മനുഷ്യന്റെ ഗമനം എങ്ങോട്ടാ? ഇവന്റെ യാത്ര എങ്ങോട്ടാ? മറുപടിയില്ല. അവർ പറയും, മരിക്കുന്നതോടുകൂടെ കഴിഞ്ഞു, ഇനിയൊരു ജീവിതമില്ല എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യന് കൃത്യമായ മറുപടി നൽകുകയാണില്ല. നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ. മരിച്ചിട്ട് കബറടക്കുന്ന സമയത്ത് മയ്യിത്ത് താഴേക്ക് വെച്ചിട്ട് മൂടുകല്ലെടുത്ത് വെച്ചാൽ പിന്നെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ 3 പടി മണ്ണ് വാരി മയ്യിത്തിന്റെ മേലേക്ക് ഇടുന്നില്ലേ? അപ്പൊ നമ്മളോടൊക്കെ പറയിപ്പിക്കുന്നില്ലേ അല്ലാഹ്, മിൻഹാ ഖലഖനാകും. ഇല്ല, ഇതോടുകൂടെ അവസാനിച്ചിട്ടില്ലേ? ഇല്ല. മിൻഹാ ഖലഖനാകും, മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് തന്നെ മടക്കുകയാണ്. വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ, ഒന്നുകൂടെ മണ്ണിൽ നിന്ന് നാം നിങ്ങളെ തിരിച്ചു പടക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഖബറടക്കം ചെയ്യാറുള്ളത്? പ്രപഞ്ചനാഥനായ റബ്ബ് പറയാനില്ല, വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ഈ ജീവിതത്തോട് അവസാനിക്കുന്നില്ല നിങ്ങളുടെ ജീവിതം. നാളെ നിങ്ങൾക്ക് കടന്നു വരാനുള്ള പാരത്രികമായ ജീവിതമില്ലേ? അതാ നിങ്ങളുടെ യഥാർത്ഥമായ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്, അതാണ് നിങ്ങളുടെ യഥാർത്ഥമായ ജീവിതമെന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു തആല പറഞ്ഞു തരാണ്. മനുഷ്യൻ എപ്പോഴും ഉത്തരം കിട്ടാത്ത 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തരുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് എന്തൊക്കെ സംവിധാനം നമുക്ക് ചെയ്തെന്നറിയോ? നിങ്ങൾ ആലോചിക്കുകയാണ്. ഖൽബറിഞ്ഞിട്ടൊരു അൽഹംദുലില്ലാ പറയാൻ സമയം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് പഠിച്ചാ മനസ്സിലാകും. ഇരുന്ന് കരയും നമ്മൾ, പടച്ച റബ്ബേ, ശുക്ർ ചെയ്യാത്ത തമ്മാടിയാണോ റബ്ബേ ഞാൻ, എനിക്ക് പൊറുക്കണേ അല്ലാ എന്ന് ഹൃദയം നിറഞ്ഞ് പറയേണ്ടി വരും നമ്മൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെന്ത് ബക്കറ്റാ? അതിൻ്റെ അടിയിൽ കുറെ കടലാസൊക്കെ വെച്ച് ചെയ്ത്. ഇതെന്ത് ബക്കറ്റാ?
തുടച്ചിട്ടൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, അല്ല കുഴപ്പമില്ല, ശരിയാണ്. എന്നാലും സ്വതക്കട്ടനൊരു ബക്കറ്റല്ലേ പോലെ തിരക്കിൽ ബക്കറ്റ് ഇടുന്ന വെച്ച് പാഞ്ഞു പോയി എടുത്തു പോന്നിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ചികഞ്ഞ് പരിശോധിക്കുന്ന പോലെ വിചാരിച്ചിട്ടുമില്ല. ഞാനാണ് സാധാരണ നോക്കലില്ല, നോക്കിപ്പോയതാണ്. സംഘാടകർ ബേജാറുണ്ട്, ബക്കറ്റ് ഇടുന്ന വെച്ച് പാഞ്ഞു പോയി എടുത്തിട്ടുണ്ടാവും. ഞാനും സംഘാടകനാണ്, എനിക്കറിയാം. എനിക്ക് വയലുതോരേണ്ട പണി മാത്രമല്ല, സംഘാടകനാണ്. ഒരു സംഘാടനത്തിൻ്റെ ഇടയ്ക്കുന്നാണ് ഞങ്ങോട്ട് പോകുന്നത്. ഇനി 11-ാം തീയതി മുതൽ സംഘാടനത്തിൻ്റെ ബേജാറില്ല. അപ്പം തന്നെ ബേജാറാ, ക്ഷണിച്ചോല് വരൂലേ, തങ്ങൾ സമയത്ത് എത്തൂലേ. ഓരോ തുള്ളി മഴ വീകുമ്പോഴും ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം മേപ്പെട്ടു പോലെ. എന്താ പഠിച്ചോനെ, പരിപാടി ഇന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ നാട്ടിൽ മഴ പെയ്താൽ മതിയെന്നേ എന്നൊക്കെ അങ്ങനെ തോന്നും. സംഘാടകൻ്റെ ബേജാർ. ബിസ്മില്ലാ, ടെൻഷനാണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കൊടുന്നതിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, എല്ലാവരും നന്നായി കൊടുക്കണേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ചെയ്യുന്ന സദഖകളൊക്കെ നീ കബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹ്, എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ ചെറിയ 6 അടി പൊക്കമുള്ള, 5 അടി പൊക്കമുള്ള, 5.5 അടി പൊക്കമുള്ള നമുക്ക് വേണ്ടി അല്ലാഹു തആല ചെയ്തു വെച്ച സംവിധാനം, ഈ കാണുന്നത് മുഴുവനും നമുക്ക് അല്ലാഹു ചെയ്ത സംവിധാനമാണത്രേ. എന്നും രാവിലെ കിഴക്കുതിച്ചു പടിഞ്ഞാറ് പോയ അസ്തമിക്കുന്ന സൂര്യനെ നമ്മൾ കാണാറില്ലേ? ഈ സൂര്യൻ ആർക്ക് വേണ്ടിയാ വർക്ക് ചെയ്യണറിയോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി. 5 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തുകൂടെ ഈ സൂര്യൻ വർക്ക് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആരാ ഇത് പറയുന്നത്? ആധുനിക ശാസ്ത്രം. ദൈവല്ല, അല്ലല്ല എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം തന്നെ പറയാ, ഈ സൂര്യനില്ലെങ്കിൽ മനുഷ്യനൊരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റൂല. എന്താ കാരണം? അവരതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ചട്ടിയിൽ ഒരു ചെടി എടുക്കുക, വീടിന്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുക, ഒരു പ്രകാശ കിരണം പോലും റൂമിലേക്ക് കടക്കാത്ത രീതിയിൽ റൂമിന്റെ വാതിലുകളും ജനലുകളും ഒക്കെ ഭദ്രമായി അടക്കുക. എന്നിട്ട് ശാസ്ത്രം പറയാ, നിങ്ങൾ അതിന് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തു നോക്കൂ, ചെടി വളരൂല. എന്താ പറയുക? കാരണം പറഞ്ഞത്, ചെടി വളരണോ സൂര്യപ്രകാശം ആവശ്യമാണ്. ഇത് നിങ്ങൾ പറഞ്ഞല്ലോ, പുതിയ എടുത്തു പറമ്പാണെന്ന്. കുറെ കർഷകരുള്ള നാടാവൂത് അല്ലേ? കർഷകരില്ലേ? നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ കൃഷിയിൽ എവിടെ? തെങ്ങിൻ്റെ ചോട്ടിലാണ്? ഇല്ല, നല്ല കാച്ചിൽ കിട്ടുന്ന സ്ഥലത്ത്, കാച്ചിൽ അതിന് പറയാ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പച്ചക്കറി നട്ടാൽ നല്ല വിളവുണ്ടാവും. സൂര്യപ്രകാശമില്ലേ, നമ്മൾ ഈ കാണുന്ന ഒരു ചെടിയും ഉണ്ടാവൂല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു മരവും ഒരു സസ്യലതാദിയും വളരൂല. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് സയൻസിൽ. പ്രോട്ടോപ്ലാസം എന്നാണ് ആ പ്രതിഭാസത്തിന്റെ പേര്. പ്രോട്ടോപ്ലാസം എന്നാ കുട്ടികൾ പറയാ. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെളിച്ചത്തിൽ സസ്യങ്ങൾ അവയുടെ ഇലകളിൽ ഭക്ഷണം പാകം ചെയ്തു വളരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമുണ്ടെങ്കിലേ സസ്യലതാദികൾ ഉണ്ടാവൂ. അപ്പൊ സൂര്യനില്ലേ, ഭൂമിയിലെ ഒരു കൃഷിയും പച്ചക്കറി ഉണ്ടാവൂല, ഒരു ധാന്യം ഉണ്ടാവൂല. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, മൃഗങ്ങളുടെ മാംസം തിന്ന് ജീവിക്കാലോ. അങ്ങനെ ഒരു LCHF എന്താ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ഇറച്ചി മാത്രം തിന്നൊരു പരിപാടി അല്ലേ? ഇറച്ചി മാത്രം തിന്നൊരു കൂട്ടരുണ്ടായിരുന്നു. ഇപ്പൊ പോലെ ഉണ്ടോന്ന് എനിക്കറിയില്ല. മുട്ടയും മാംസവും മാത്രം കഴിക്കുക, ഒരു കൊല്ലപ്പുറം വരെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മാംസം കഴിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണോ, ആ മൃഗങ്ങളൊക്കെ പുല്ലും ചെടിയും തിന്ന് വളരുന്നവയാണ്. അപ്പൊ പുല്ലും ചെടിയും സസ്യങ്ങളുമില്ലേ, മനുഷ്യന് ജീവിക്കാൻ കഴിയൂല. അതിന് സൂര്യൻ ആവശ്യമാണ്. നിങ്ങൾ ചോദിക്ക്, സൂര്യനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ശാസ്ത്രത്തോട്, സൂര്യപ്രകാശമില്ലെങ്കിൽ സസ്യലതാദികൾ ഉണ്ടാകൂല, ഒരു പുൽക്കൊടി പോലും മുളക്കൂല എന്ന് പറയുന്ന ശാസ്ത്രത്തോട് ചോദിക്കും, ആരാണ് ശാസ്ത്രമേ ഈ സൂര്യനെ വെളിച്ചം കൊടുത്തത്? 5 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ ഈ പ്രകാശം കൊടുത്തതാരാ? ഇന്ന്
ഇതുവരെ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടില്ല നമ്മളാണ്. ചൈനക്ക് വാദമില്ല നമ്മളാണ്. റഷ്യൻ ചാക്കന്മാർ പറഞ്ഞിട്ടില്ല ഞങ്ങളാ. വാദിച്ചതൊരാൾ മാത്രമാണ് അവകാശവാദം ഉന്നയിച്ചത്. അതാരാ? റബ്ബുൽ ആലമീനായ അല്ലാഹു മാത്രമാ. വജഅൽന ശംസ സിറാജാ, സൂര്യനെ കത്തിജ്വലിക്കുന്ന വിളക്കാക്കി മാറ്റിയത് നമ്മളാണ്. സൂര്യന് പ്രകാശം കൊടുത്തത് എന്ന് പ്രപഞ്ചനാഥനായ റബ്ബ് പറയുകയാണ്. നമ്മളൊക്കെ വളരുന്നത് എങ്ങനെ അറിയങ്ങള്? സൂര്യന്റെ ഊർജത്തിൽ നിന്നാണ്. സൂര്യന്റെ ഊർജം ഡയറക്റ്റ് സ്വീകരിക്കല്ല നമ്മൾ ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് സ്വീകരിക്കാം. ഇൻഡയറക്റ്റ് എന്ന സസ്യലതാദികളിലൂടെ, ധാന്യങ്ങളിലൂടെ, പഴങ്ങളിലൂടെ, പച്ചക്കറികളിലൂടെ സൂര്യന്റെ ഊർജാണത്. അത് അതിലൂടെ നമ്മൾ ഇൻഡയറക്റ്റ് സ്വീകരിക്കാം. ഈ കോഴിക്കോട് ഉണ്ടായിരുന്നു ഹീരാരത്തൻ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരൻ. ഹീരാരത്തൻ എന്നായി നല്ല പേര്. അയാൾ ഭക്ഷണം കഴിക്കൂല. അയാൾ എന്താ ചെയ്യുക? രാവിലെ പോയിട്ട് 1 മണിക്കൂർ നേരം സൂര്യൻ അങ്ങനെ നോക്കി നിൽക്കും. മൂപ്പർ പറഞ്ഞത് സൂര്യരശ്മികളിൽ നിന്ന് ഡയറക്റ്റ് മൂപ്പർ ഊർജം സ്വീകരിക്കുന്നതാണ്. ആരാണ് ഈ സൂര്യന് ഊർജവും പ്രകാശവും കൊടുത്തത്? സൂര്യന് പ്രകാശം കൊടുത്തത് അല്ലാഹുവാണെന്ന് റബ്ബ് വിളിച്ചു പറയാൻ. എന്തൊക്കെ സംവിധാനം! ഇതേ സൂര്യൻ, നമ്മളിപ്പോ പറഞ്ഞല്ലോ, സൂര്യന്റെ പ്രകാശമില്ലെങ്കിൽ ഭൂമിയിൽ ഒരു സസ്യലതാദി പോലും ഉണ്ടാവൂല, മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. എന്നാ 24 മണിക്കൂറും ഈ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചു നിന്നാലോ? ഇന്ന് നട്ടുച്ചക്കൊക്കെ എന്താ ചൂട്, എന്താണ് കുമിർച്ച അല്ലേ? ഒരാഴ്ച മുമ്പ് നട്ടുച്ചക്കുള്ള ചൂട് എന്തൊരു ചൂടാണ്! പരിശുദ്ധ റമദാന്റെ വെയിലിന് എന്തൊരു ചൂടാട്! ഇന്നലെ രാത്രി എന്റെ കൂടെ ഉണ്ടായിരുന്ന പാലക്കാട് ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ഒരാൾ പറഞ്ഞു, ഭൂമിയിലെ തെങ്ങൊക്കെ കരിഞ്ഞുപോയി, മാവ് കരിഞ്ഞുപോയി. എന്തൊരു ചൂടാണ്, എന്തൊരു ചൂടാണ്! ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന പ്രദേശമാണല്ലോ പാലക്കാട്. എന്നാൽ നട്ടുച്ച സമയത്തുള്ള സൂര്യൻ അതേപോലെ അങ്ങ് നിലനിൽക്കുകയാണെന്ന് വിചാരിക്ക്. മനുഷ്യന് ജീവിക്കാൻ കഴിയോ? ഇല്ല. നിങ്ങൾ ചിന്തിക്കണേ, ഇപ്പൊ അല്ലാഹു ചെയ്യുന്ന പണി എന്താണെന്നറിയോ? പകൽ മുഴുവൻ ചൂട് പിടിച്ച ഭൂമിയെ തണുപ്പിക്കാണ്. 12 മണിക്കൂർ കഴിഞ്ഞാൽ ആ സൂര്യനെ കൊണ്ടുപോയി അസ്തമിപ്പിച്ച് ഭൂമിയെ തണുപ്പിക്കാണ്. എന്തിന്? രാവിലെ വീണ്ടും സൂര്യനെ കൊണ്ടുവരാൻ. ആരാണ് ഈ പണി ചെയ്യുന്നത്? ഇന്ന് 6:40 സൂര്യൻ അസ്തമിച്ചത്. ഒളവട്ടൂരുകാരെ മുഴുവൻ തീരുമാനിക്കുകയാണ്, പുതിയ എടത്തുപറമ്പുകാർ, നാളെ സൂര്യൻ 7 മണിക്കായിക്കോട്ടെ അസ്തമിക്കുന്നത്. ഇനി നമ്മൾ മാത്രമല്ല, ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിച്ചു, ഒളവട്ടൂരിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നത് 7 മണിക്കാവണം. കഴിയൂല്ല എന്റെ സഹോദര. 6:40 എന്നത് 41 ലോകത്തിന് കഴിയൂല. ഈ സൂര്യനെ ആരാ നിയന്ത്രിക്കുന്നത്? ഈ സൂര്യനെ ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. രണ്ട് കിഴക്കിന്റെയും രണ്ട് പടിഞ്ഞാറിന്റെയും റബ്ബ്. പകൽ ചൂട് പിടിച്ച ഈ ഭൂമി അല്ലാഹു സൂര്യനെ അസ്തമിപ്പിച്ചുകൊണ്ട് റബ്ബ് തണുപ്പിക്കുകയാണ്. ഈ ഭൂമിക്ക് 2 കിഴക്കും 2 പടിഞ്ഞാറും ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നത് റബ്ബാണ്. ഇനിയും ചോദിക്കൂ നിങ്ങൾ ഈ ശാസ്ത്രത്തോട്. ഭൂമിയിൽ നിന്നൊരു പ്രത്യേക അകലത്തിലാണ് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ശാസ്ത്രം എന്താ പറയുന്നത്? 1 ഇഞ്ചെങ്ങാനും സൂര്യൻ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് മേലോട്ട് പോയാൽ, ഇപ്പൊ സൂര്യനുള്ള സ്ഥലത്ത് നിന്ന് 1 ഇഞ്ച് മേലോട്ട് സൂര്യൻ പോയാൽ ഭൂമി തണുത്തുറഞ്ഞിട്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് കൊണ്ട് ജീവജാലങ്ങൾ ചത്തുപോകും. 1 ഇഞ്ചെങ്ങാനും താഴേക്കടുത്താലോ സഹിക്കാൻ കഴിയാത്ത ചൂടുകൊണ്ട് ഭൂമി ചുട്ടുപഴുത്ത ചെമ്പിന്റെ തകിട് പോലെയാവും. ഇത് പറയുന്ന ശാസ്ത്രത്തോട് ചോദിക്കിൻ, ആരാണ് സൂര്യനെ ഭൂമിയോട് അടുക്കാൻ വിടാതെ, ഭൂമിയിൽ നിന്ന് അകലാനും വിടാതെ ആ നേർരേഖയിലൂടെ സഞ്ചരിപ്പിക്കുന്നതാരാ?
ഒരു സുനിത വില്യംസും പറഞ്ഞിട്ടില്ല ഞങ്ങളാണെന്ന്. പ്രപഞ്ചനാഥനായ അല്ലാഹുവല്ലാതെ ഒരാളും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പ്രപഞ്ചനാഥനായ റബ്ബ് പറയുന്നത് കേൾക്കണേ നിങ്ങൾ. സൂറത്തു യാസീൻ നമ്മൾ ഓതാറില്ലേ? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം. സൂര്യനെ നേർരേഖയിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയോട് അടുക്കാൻ വിടാതെ, ഭൂമിയിൽ നിന്ന് അകലാൻ വിടാതെ ആ നേർരേഖയിലൂടെ സഞ്ചരിപ്പിക്കുന്നത് പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്. ആലോചിച്ച് ചിന്തിച്ചാൽ അവസാനിക്കോ? ഈ റബ്ബിനെ മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ജീവിതത്തിൽ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്ക് നിങ്ങൾ. ഇതൊന്നു മാത്രല്ല, ഞാൻ എവിടെ പറയാനാ, എവിടെ അവസാനിപ്പിക്കാനാ? കാണുന്നതിനെ കുറിച്ച് മുഴുവൻ ചിന്തിക്കി. എല്ലാം നമുക്ക് വേണ്ടി അല്ലാഹു പാകപ്പെടുത്തിയതാണ്. എല്ലാം അങ്ങനെയാണ്. എല്ലാം നമുക്ക് വേണ്ടി അല്ലാഹു പാകപ്പെടുത്തിയതാ. നേരെ മേലോട്ട് നമ്മൾ നോക്കുമ്പോ കാണുന്നത് എന്താ? ആകാശല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കാൻ നമ്മൾ പള്ളിയിൽ പോകാറില്ലേ? ജുമുഅ നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിൽ അധിക ഖതീബുമാരും ഫാത്തിഹയ്ക്ക് ശേഷം ഓതാറുള്ള സൂറത്തിന്റെ അവസാന ഭാഗം എന്താ? സൂറത്തുൽ ഗാശിയ. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. എന്ന് പറയാൻ പടച്ച റബ്ബി വിശാലമായ ആകാശത്തെ തൂണുകളില്ലാതെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതിന്റെ പിന്നിൽ ഒരാളില്ലെന്നോ? ഇതിന്റെ പിന്നിൽ ഒരാളില്ലെന്നോ? അങ്ങനെ ഒരു ദൈവമില്ലെന്നോ? എന്തൊരു വിഡ്ഢിത്തമാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ നിസ്കരിക്കുന്ന പള്ളിയുടെ മേൽക്കൂര താങ്ങി നിർത്താൻ എത്ര തൂണുകളാ, എത്ര ചുമരുകളാ, എത്ര കല്ലുകളാണ്. എന്നാൽ ഈ ആകാശത്തെ തൂണില്ലാതെ നിലനിർത്തിയതാരാണ്? ആകാശം എന്തിനാണ്? ആകാശം എന്തിനാണ്? വിശുദ്ധ ഖുർആൻ ആകാശത്തെ കുറിച്ച് പറഞ്ഞത് വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂളാ. ആകാശം നിങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂരയാണ് എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആകാശം നമുക്ക് മേൽക്കൂരയാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, മേപ്പോട്ട് നോക്കിയിട്ട് എന്തിനാ ഈ ആകാശം ചിന്തിച്ചിനോ? അല്ല പറയാ, നിങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂര. എന്താണ് മേൽക്കൂര? ഈ സ്റ്റേജിനൊരു മേൽക്കൂരയുണ്ട് ഇല്ലേ? ഇതിന്റെ മേലെ ടാർപ്പായി ഉണ്ടാവൂലേ? മഴ പെയ്താൽ എനിക്ക് മഴ കൊള്ളണ്ടെന്ന് എഴുതിയിട്ട്, നിങ്ങളൊക്കെ മഴ ഉണ്ടാലും തിരക്കടില്ല എന്ന് എഴുതിയിട്ട് ഇതിന്റെ മേലെ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇതൊരു മേൽക്കൂരയാണ്. ഇതിന് മഴ പെയ്താൽ മഴ കൊള്ളാതിരിക്കാൻ ആ ബിൽഡിങ്ങിനൊരു മേൽക്കൂരയുണ്ട്. കോൺക്രീറ്റിന്റെ മേൽക്കൂരയാണ്. വെയിലും മഴയും കൊള്ളാതിരിക്കാൻ, മരങ്ങൾ മുറിഞ്ഞു വീണാലും ഉള്ളിലുള്ളവർക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മുടെ വീടിന്റെ മേൽക്കൂരയുണ്ട്, കോൺക്രീറ്റിന്റെ മേൽക്കൂരയുണ്ട്, ഓടിന്റെ മേൽക്കൂരയുണ്ട്, ഷീറ്റിന്റെ മേൽക്കൂരയുണ്ട്. എന്തിനാ മേൽക്കൂര? മേൽഭാഗത്തു നിന്നൊരു അപകടവും നമ്മളെ ഒന്ന് ബാധിക്കാതിരിക്കാൻ. എന്നാൽ വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂളാ. ആകാശം നമുക്ക് സുരക്ഷിതമായ മേൽക്കൂരയാണ്. എന്തിന്? മേൽഭാഗത്ത് ഒരുപാട് ഗോളങ്ങളും ഗ്രഹങ്ങളും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അത് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു കൂട്ടിമുട്ടലുണ്ടായാൽ അത് തകർന്ന് തരിപ്പണമാകും. നേരെ ഭൂമിയിലേക്കാണ് വീഴുന്നതെങ്കിൽ ഒരു ഗോളത്തിന്റെ ഒരല്പഭാഗം ഭൂമിയിൽ വന്ന് വീണാൽ മതി, ഭൂമി തകർന്നു പോകും, നശിച്ചു പോകും. അതിന് അല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? മേൽഭാഗത്ത് മേൽക്കൂര ഉണ്ടാക്കി ആകാശം. അല്ലാഹുവിന്റെ ഹബീബ് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ പുണ്യ നബി കണ്ടില്ലേ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പരിചയപ്പെടുത്തി തന്നില്ലേ? സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നൊരു സൃഷ്ടിയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇങ്ങനെ സഞ്ചരിക്കാണ് ജിബ്രീലിന്റെ കൂടെ. സിദ്റത്തുൽ മുൻതഹയിലെത്തി. ഏഴാകാശത്തിന് മുകളിലുള്ള
സൃഷ്ടിയാണത്. എന്താണ് ആ സൃഷ്ടിയുടെ പ്രത്യേകത? മേൽഭാഗത്ത് നിന്ന് വല്ല സാധനവും ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ പിടിച്ചു വെക്കപ്പെടും, താഴേക്ക് വരാൻ സമ്മതിക്കൂല. താഴെ നിന്ന് വല്ലതും മേലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പിടിച്ചു വെക്കപ്പെടും, മേലേക്ക് പോകാനും വിടൂല്ല. അതാണ് സിദ്റത്തുൽ മുൻതഹ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്വസിക്കുന്ന വാതകത്തിന്റെ പേരാണ് ഓക്സിജൻ. നമ്മൾ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെ ആര് തരുന്ന? കരണ്ട് പിണറായി സർക്കാർ തരുന്നൊക്കെ പറയുമ്പോൾ അല്ലേ അല്ലേ? എന്താ നിങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കില്ല എന്നൊന്നല്ലോ. ഇപ്പൊ പിണറായി ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് കറണ്ട് കിട്ടണ പിണറായി സർക്കാരാണ്. വില ഇടക്കിടക്ക് അറിയാതെ കൂട്ടുണ്ടോ സംശയം? ഇവർക്കൊക്കെ ബില്ലൊക്കെ വന്നാൽ 8000. അപ്പൊ 8000 എന്താന്ന് വെച്ചപ്പോ ആ ചങ്ങായി പറയാണ് എന്നോട്, അത് എന്താ അതിന് പറയല്, പിന്നെ എന്താ ചെറിയ പറയല് പോലെ എന്തോന്ന് പറയും, എന്തോ ഒരു അഡ്വാൻസ് പിടിക്കല്ലോ എന്തൊക്കെ പറഞ്ഞല്ലോ. എന്താ അതിന് പറയല്? ആ ഡെപ്പോസിറ്റ് പിടിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഡെപ്പോസിറ്റ് ആദ്യം തന്നിട്ടല്ലേ ഈ കണക്ഷൻ തന്നതെന്ന്. അതിന് മറുപടി ഒന്നുമില്ല. എന്തൊക്കെ പേര് പറയാ. അങ്ങനെ 2000, 3000, 5000, 10,000 ഒക്കെ ഇങ്ങനെ പോവാ. ഏതായാലും ശരി, അർഹമുർറാഹിമീനായ റബ്ബേ, ഗുണകരമായ അവസ്ഥകൾ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹുവേ. ഞങ്ങളെ നീ ഇരുലോക വിജയികളിൽ പെടുത്തണേ റബ്ബേ. ഇങ്ങനെ കരണ്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അല്ലേ? കരണ്ട് കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് സർക്കാർ തരുന്ന. എന്നാലോ വായോ, ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്, ഈ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അങ്ങാനും വല്ല സർക്കാരിൻ്റെയും കയ്യിലാണെങ്കിൽ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും. ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കൊടുത്തില്ലല്ലോ. വെള്ളങ്ങൾ കണ്ടില്ല നിങ്ങൾ? വെള്ളം മനുഷ്യർക്ക് കുടിക്കാൻ സുലഭം പോലെ ഉണ്ട്. എന്നിട്ട് ഈ വെള്ളമൊക്കെ നാശാക്കിയിട്ട് പോലും പറയാ പിന്നെ ഇനി കുപ്പിവെള്ളം വാങ്ങണമെന്ന്. കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് കുപ്പിവെള്ളം കുടിക്കാൻ സുരക്ഷിതമായ വെള്ളമുള്ളൂ. നിങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഓക്സിജൻ എങ്ങാനും സർക്കാരിന്റെ കയ്യിലാണെങ്കിൽ പല മനുഷ്യന്മാരും ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇഷ്ടം പോലെ ശ്വസിക്കാനുള്ള വാതകം ഓക്സിജൻ. നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഈ സസ്യലതാദികളോ ഇവയും ശ്വസിക്കുന്നുണ്ട്. ഇവ ശ്വസിക്കുന്നുണ്ടെന്ന് ആരാ പറയണത്? ശാസ്ത്രം. ഇവ എന്താ ശ്വസിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പുറത്തു വരുന്നത് അവ ശ്വസിക്കുകയാണ്, അവ പുറത്തു വിടുന്നത് നമ്മൾ ശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയോട് ചേർത്ത് നിർത്തിയവനാരാണ്? ചിന്തിക്ക്. ചേർത്ത് നിർത്തിയതാരാണ്? അള്ളാഹിനോട് സ്നേഹം തോന്നണോ? അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യണം. ആരാണത് ചെയ്തത്? അറിയിക്കണം. ഈ ഓക്സിജന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്സിജന്റെ സ്വഭാവം കത്തുക, കത്താൻ സഹായിക്കുക എന്നതാണ്. ആലോചിക്കണം, ഒരാൾക്ക് അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓക്സിജൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ 10 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ 2,43,500 രൂപ ബില്ല് കണ്ട കുട്ടി ഞെട്ടിപ്പോയി. എന്റെ കണ്ണിങ്ങനെ തള്ളി. 10 ദിവസം ഓക്സിജൻ കൊടുത്തപ്പോഴേക്ക് ലക്ഷങ്ങളാ ഹോസ്പിറ്റലുകൾ വാങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചനാഥനായ റബ്ബിനോട് നമ്മൾ എത്ര കടപ്പെട്ടിട്ടുണ്ട്. ആ അല്ലാഹനെ മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ. ഈ ഓക്സിജന്റെ ഒരു സ്വഭാവമുണ്ട്. കത്തുക, കത്താൻ സഹായിക്കുക എന്നതാണ് ഓക്സിജന്റെ സ്വഭാവം. കണ്ടങ്ങള്, കത്താൻ സഹായിക്കുന്ന ഒരു സാധനത്തെ നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ. ഈ ഓക്സിജന് എന്തിനാണ് അല്ലാഹു കത്തുക, കത്താൻ സഹായിക്കുക എന്ന സ്വഭാവം കൊടുത്തത്? ശാസ്ത്രം തന്നെ പറയട്ടെ, ചിന്തിക്കേ. എന്തേ? ഈ ഓക്സിജൻ ഭൂമിയിൽ നിന്ന് മേലോട്ട് പോയാൽ ഒരു പ്രത്യേക പരിധി വരെ മാത്രമേ ഉള്ളൂ. അതിന്റെ മേലേക്ക് ഓക്സിജൻ ഇല്ല. അതുകൊണ്ടാണ് ശൂന്യാകാശത്തിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ ശ്വസിക്കാനുള്ള ഓക്സിജൻ സംവിധാനങ്ങളുമായി യാത്ര പോകുന്നത്. അപ്പുറത്തേക്ക് ഓക്സിജൻ ഇല്ല. എന്തിനാണ് അല്ലാഹു ഒരു പരിധി വരെ ഓക്സിജൻ സംവിധാനം ചെയ്തു? നമുക്ക് ശ്വസിക്കാൻ ആവശ്യമുള്ളിടത്ത് ഓക്സിജൻ വേണ്ടതുള്ളൂ, അതിനപ്പുറത്ത് ഓക്സിജൻ ഇല്ല. ഈ ഓക്സിജനെ കത്തുക എന്നുള്ള സ്വഭാവം അല്ലാഹു എന്തിനു കൊടുത്തു? മേൽഭാഗത്ത് നിന്ന് വല്ല സൃഷ്ടികളും അപകടം പിണഞ്ഞത് ഭൂമിയിലേക്ക് വരികയാണ്.
വല്ല നക്ഷത്രങ്ങളോ വാൽനക്ഷത്രങ്ങളോ ഉപഗ്രഹങ്ങളോ ഒക്കെ അപകടം സംഭവിച്ചത് ഭൂമിയിലേക്ക് വരാന്ന് വിചാരിക്കാം. ഭൂമിയിലേക്ക് വീണാൽ മനുഷ്യൻ തകർന്നു പോകും. അതിനല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? ഈ വാൽനക്ഷത്രം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിലേക്ക് വരാണത്. ഓക്സിജന്റെ പരിധിയിലേക്ക് എത്തിയാൽ ഓക്സിജൻ അതിന്റെ ഒറിജിനൽ സ്വഭാവം പ്രകടിപ്പിക്കും. ഓക്സിജന്റെ പരിധിയിലേക്ക് എത്തുമ്പോഴേക്ക് ഈ വാൽനക്ഷത്രവുമായി ഓക്സിജൻ ചേരുമ്പോ അതങ്ങ് കത്തിച്ചമ്പലായി. ശാസ്ത്രമെടുക്ക് പറയാറുണ്ട്, ഇന്ന വാൽനക്ഷത്രം തകർന്നു പുറപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിലേക്ക് ഇത്ര വർഷങ്ങൾ കൊണ്ടത് എത്തിച്ചേരും. പിന്നെ ശാസ്ത്രം തന്നെ പറയും അത് അന്തരീക്ഷത്തിൽ വെച്ച് കത്തിച്ചാരമായി കടലിൽ പതിച്ചിട്ടുണ്ട്. ആരാണ് ഈ സംവിധാനം ചെയ്തത്? നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? രാവും പകലും കഴിയല്ലേ, നമ്മൾ തോന്നിയ പോലെ ജീവിക്കല്ലേ? പ്രപഞ്ചനാഥനായ റബ്ബിനെ ഓർക്കാൻ സമയമുണ്ടോ? അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ എണ്ണാൻ പുറപ്പെട്ടാൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്കത് എണ്ണി തൃപ്തിപ്പെടുത്താനും കഴിയില്ല, എണ്ണി ക്ലിപ്തപ്പെടുത്താനും കഴിയില്ല എന്ന പരിശുദ്ധ ഖുർആൻ. അനുഗ്രഹങ്ങൾ ഞാൻ എവിടെ പറഞ്ഞു തീർക്കാനാ? നമ്മൾ ഇരിക്കുന്ന ഭൂമിയില്ലേ, നമ്മളിങ്ങനെ ഇരിക്കില്ലേ? എന്തോ ഒരു സുഖണ്ടിരിക്കാൻ അല്ലേ? ഒരു ഡിസംബർ ജനുവരിയിലാണെങ്കിൽ എന്തോ ഒരു സുഖം. ഇപ്പൊ ചെറിയ കുമിർച്ചയും ചൂടുമുണ്ട് എന്നേ ഉള്ളൂ, അല്ലേ ഉള്ളൂ. എന്നാൽ ഈ ഭൂമിയുടെ അടിഭാഗം എന്താണ്? കിണർ കുഴിക്കുന്ന ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ കൈവക്കണം. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമ്മൾ ഭൂമിയുടെ താഴേക്ക് എത്ര ആഴത്തിൽ പോകുന്നു അതിനനുസരിച്ച് ചൂട് കൂടുകയാണ്, ഉഷ്ണം കൂടുകയാണ്. എന്താ കാരണം? ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ഭൂമിയുടെ ഉൾഭാഗത്ത് നിറയും തീയാണ്, ലാവയാണ്, ജ്വാലകളാണ്, തീനാളങ്ങളാണ്. ഭൂമിയുടെ അടിഭാഗത്ത് തീയാണ്, ലാവയാണ്. ഭൂമിയുടെ അടിഭാഗത്തൊരു ലാവയുണ്ടത്രേ. ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഉൾഭാഗത്തൊരു ലാവയുണ്ട്. ആ ലാവയെങ്ങാനും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരു അഗ്നിപർവ്വതമായി വന്നാൽ, ഒരൊറ്റ ലാവ അങ്ങ് വന്നാൽ തന്നെ ഭൂതലമാകെ കരിക്കട്ടയായി പോകുമത്രേ. അത്ര വലിയ ഒരു ലാവ ഭൂമിയുടെ അടിഭാഗത്തുണ്ട്. ഒരു അഗ്നിപർവ്വതമുണ്ട് ഭൂമിയുടെ അടിഭാഗത്ത്. അത് ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അവസാന നാൾ വരുന്നത് അതാകുമോ എന്നറിയില്ല. വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ബിഹാറു സുജ്ജിറത്. ഖിയാമത്ത് നാളാകുമ്പോൾ കടൽ പോലും കത്തിജ്വലിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ ലാവ പുറത്തു വരുമ്പോഴാകുമോ അറിയില്ല, അല്ലാഹു അഅലം. ഏതായാലും അങ്ങനെ ഒരു ലാവ ഭൂമിയുടെ അടിഭാഗത്തുണ്ട്. ഭൂമിയുടെ ഉൾഭാഗം മുഴുവൻ തീയാണ്, തീക്കട്ടയാണ്. ഇത് ശാസ്ത്രം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഭൂമിയുടെ ഉൾഭാഗം കത്തിജ്വലിക്കുമ്പോ അതിന്റെ മുകൾ ഭാഗം അതിന്റെ മുകൾ ഭാഗം നല്ല തൊട്ടിൽ പോലെ, എയർ കണ്ടീഷൻ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാവുന്ന കാലാവസ്ഥയും പരിസ്ഥിതിയും ആക്കി തന്നതാരാണ്? മനുഷ്യനോട് ചിന്തിക്കാൻ അല്ല പറയാൻ. ചിന്തിക്ക്. നമ്മളെ പണി എന്താ? നമ്മളെ പണി ഇങ്ങനെ വാട്സപ്പ് എടുക്കുക, എന്നിട്ട് വലിയ മന്തിനെ ആടിനെ ചുട്ടിട്ട് ചോറിന്റെ മേലെ കൊണ്ടുപോയി വെക്കുക, ആടിനെ ചുട്ടിട്ട് കുഴിമന്തി, എന്നിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ മറ്റവർക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ പാർട്ടി കഴിച്ചു എന്ന് പറയാ. പ്രപഞ്ചനാഥനായ റബ്ബിനെ ഓർക്കാനും ഓർമ്മപ്പെടുത്താനും സമയം കിട്ടിയിട്ടുണ്ടോ നമുക്ക്? പ്രപഞ്ചനാഥനായ അല്ലാഹു ഈ ഭൂമിയിൽ എത്ര സുഖസുന്ദരമായ അന്തരീക്ഷവും സാഹചര്യവുമാണ് നമുക്കുണ്ടാക്കി തന്നത്. പഠിക്കണം മാത്രല്ല, അല്ലാഹു തആല മരിച്ചു കഴിഞ്ഞാല് മുഅ്മിനീങ്ങളുടെ റൂഹ് പോണതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ? ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ. മുഅ്മിനീങ്ങളുടെ റൂഹ് ഇല്ലീനിലേക്കാണ് പോകുന്നത്. വഇന്നൽ ഫുജ്ജാറ ലഫീ സിജ്ജീൻ. തമ്മാടികളുടെ റൂഹ് പോകുന്നത് സിജ്ജീനിലേക്കാണ്. സിജ്ജീൻ എവിടെ? സിജ്ജീൻ 7-ാം ഭൂമിയുടെ അടിഭാഗത്താണ്.
തമ്മാടികളുടെ റൂഹ് സിജ്ജീനിലേക്കാണ്. ഭൂമിയുടെ അടിയിൽ എന്താന്നാ ശാസ്ത്രം പറഞ്ഞ്? തീജ്വാലകളാണ്. ഭൂമിയുടെ അടിയിൽ തീജ്വാലകളാണ്. അവിടേക്കാണ് തമ്മാടിയുടെ റൂഹ് അല്ലാഹു കൊണ്ടുപോകുന്നത്. പടച്ചോനെ, ഞങ്ങളെ നീ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കുറച്ചുകൂടെ ശാസ്ത്ര പഠനം മുന്നോട്ട് പോയാൽ, അല്ലാഹു അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവും കൊടുത്താൽ, പുണ്യനബി 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് അക്ഷരം പ്രതി ഇവർ അംഗീകരിക്കേണ്ടി വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ഭൂമിയുടെ ഉൾഭാഗം തീജ്വാലകൾ, കണ്ടീഷൻ ആരായി സംവിധാനം ഉണ്ടാക്കി തന്നത്? ഇനിയിപ്പൊ മഴക്കാലം വരാൻ പോവല്ലേ, അല്ലാഹു ഉരുൾപൊട്ടലിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ഉരുൾപൊട്ടലിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞത്, എന്തൊരവസ്ഥയെ കഴിഞ്ഞു പോയത് നിങ്ങൾക്കറിയോ? ഞാനന്ന് ഇവിടെ ഇല്ലേ, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. എന്നോട് പറയാം, പോലീസ് ഒരു ഭാഗത്ത് അനൗൺസ് ചെയ്യാണ്, താമസിക്കുന്നവരൊക്കെ മാറി താമസിക്കണം, മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ മാറി താമസിക്കണം. ജ്യേഷ്ഠനോട് പറയാണ്, മലമുകളിലും മലയുടെ താഴ്ഭാഗത്തും അല്ലാത്തോടത്തൊക്കെ വെള്ളം, പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? മലമുകളിലൊക്കെ മഴ പെയ്തിട്ട് മലകൾ മുഴുവൻ വെള്ളം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ നിറഞ്ഞൊഴുകാൻ, ഏത് സമയത്തും മല പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്നത്? ഓരോ മലയും അല്ലാഹുവിന്റെ ഭൂമിയിലെ ടാങ്കുകളാണ്. മഴ പെയ്യുമ്പോൾ ഈ പർവ്വതങ്ങൾക്ക് അല്ലാഹു നിർദ്ദേശം കൊടുക്കും, എന്തിന്? വെള്ളം പിടിച്ചു വെക്കാൻ. ആ വെള്ളം മലകൾ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ടോ നമ്മൾ നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ വീടുണ്ടാക്കി ആ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി കിണർ കുഴിക്കുകയാണ്. കിണർ കുഴിക്കുന്ന സമയം ആ കിണറിലേക്ക് മലയുടെ താഴ്ഭാഗത്ത് നിന്ന് കരുവായി ഉറവായി വെള്ളം അല്ലാഹു തആല എത്തിച്ചു തരാൻ. ആലോചിക്കണേ, നിങ്ങളൊരു കിണർ കുഴിച്ച് വെള്ളം കണ്ടില്ല, മണ്ണിട്ട് മൂടാനല്ലാതെ എന്തിനു പറ്റും നമുക്ക്? അല്ലാഹു തആല പടച്ചറപ്പിന്റെ ടാങ്കുകളാണ് ഭൂമിയിലെ പർവ്വതങ്ങൾ. വെള്ളങ്ങൾ സംരക്ഷിച്ചു തരുന്നത് എങ്ങനെയാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ അനുഗ്രഹങ്ങളൊക്കെ ആര് ചെയ്യുന്നതാ? അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ കാണുന്നതൊക്കെയും അല്ലാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചതാ. എന്തിനേറെ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ നിങ്ങൾക്കറിയണോ? നിങ്ങൾ സ്വന്തം ശരീരത്തെ കുറിച്ച് ചെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ തിരിച്ചറിയാൻ ഖുർആൻ അങ്ങനെ ചില ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ അല്ലാഹു തആല ചോദിക്കുന്നത്? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജഅൽ ലഹു ഐനൈൻ, മനുഷ്യന് നാം 2 കണ്ണു നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടും കൊടുത്തില്ലയോ? മനുഷ്യന് കണ്ണ് നമ്മൾ കൊടുത്തില്ലേ? എവിടുന്ന് കിട്ടിയതായി കണ്ണ്? നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ വീട്ടിലുണ്ടൊരു മോൻ, 4ാമത്തെ മോനാ. എൻ്റെ കുടുംബക്കാരെവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയുമായിരിക്കും. അവനൊരു അസുഖമുണ്ട്, ഡൗൺ സിൻഡ്രം എന്നാണ് അസുഖത്തിന്റെ പേര്. എൻ്റെ മക്കളിൽ സ്വാഭാവികമായും എൻ്റെ ഖൽബിൽ ഏറ്റവും സ്നേഹം തോന്നിപ്പോകാറുള്ളത് അവനോടാണ്. 6 വയസ്സിന് മുകളിലായി, സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. പടച്ച റബ്ബ് എനിക്ക് തന്ന പരീക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പരാതിയില്ല. അവന് ഡൗൺ സിൻഡ്രമാണ്. പ്രസവിച്ച അന്നു തന്നെ കണ്ടെത്തിയ സുഖം. ഡോക്ടറുടെ അടുത്ത് ഡോക്ടർ ഇത് പറഞ്ഞു, ഈ സംഗതി എനിക്കറിയില്ല. ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നു, എന്താണ് ഈ ഡൗൺ സിൻഡ്രം, എന്താണ് ഇതിന്റെ കാരണം? അപ്പൊ മൂപ്പരെന്നോട് പറഞ്ഞു, 23 ക്രോമസോം വാപ്പയുടേത്, 23 ക്രോമസോം ഉമ്മയുടേത്. 23 + 23 46. 46 ക്രോമസോം ഒരാൾക്ക് വേണ്ടത്. ചിന്തിക്കണേ,
ചെറുപ്പക്കാരെ പറയണേ, ചെറുപ്പക്കാരികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 4 അക്ഷരം പോയി പഠിച്ചിട്ടൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്ക് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ നിഷേധിക്കുന്ന കാലം കൂടെ പഠിക്കുന്നവരോട് ചോദിക്കേ. ആധുനിക ശാസ്ത്രം പറയാണ് 23 ക്രോമസോം ഉപ്പയുടേത്, 23 ക്രോമസോം ഉമ്മയുടേത്. 23 + 23 46. ഒരാളുടെ ക്രോമസോം അങ്ങനെയാണ് വേണ്ടത്, 46. പക്ഷേ എന്റെ പൊന്നമോന്റേത് 47ആണ്. എന്നോട് ഡോക്ടർ പറഞ്ഞു ഇക്വേഷൻ ഇങ്ങനെയാണ് വേണ്ടത്, 23 + 23 46. പക്ഷേ നിങ്ങളുടെ മകന്റേത് 23 + 24 47ആയി. ഞാൻ സാറോട് ചോദിച്ചു, സാറേ ഇതെങ്ങനെ 47ആയി, കാരണം എന്താണ്? എന്നോട് പറഞ്ഞു ഒരു കാരണവുമില്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ കുട്ടി രൂപപ്പെടുന്ന ആദ്യ ദിവസം ഈ ക്രോമസോമ കൂടി ചേരേണ്ട ആ ദിവസം 23 + 23 എന്ന ഇക്വേഷൻ ദൈവം തെറ്റിച്ചു കളഞ്ഞതാണ്. 23 + 24 ആക്കിയതാണ്. ഞാൻ ചോദിച്ചു, സാറേ ഇതിന് 24 ഉള്ളത് 23 ആക്കാൻ വല്ല വഴിയുമുണ്ടോ? എന്നോട് അയാൾ പറഞ്ഞു വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വഴിയില്ല. ദൈവം കൂട്ടിച്ചേർത്ത ഇക്വേഷൻ വീണ്ടും തെറ്റിച്ചിട്ട് 23 + 23 ആക്കാൻ 46 ആക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا. അല്ലാഹുവിന്റെ തസ്ബീഹുകൾ നിങ്ങൾ പറയുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ. ആരാണ് റബ്ബെന്നറിയുമോ? ഖലഖ ഫസവ്വാ, സൃഷ്ടിക്കുകയും സമപ്പെടുത്തുകയും ചെയ്തവനാണവൻ. സൃഷ്ടിക്കുകയും സമപ്പെടുത്തുകയും ചെയ്തവനാണവൻ. ആരാ എൻ്റെ നിങ്ങളുടെ ശരീരത്തിൽ 23 + 23 46 ആക്കിയത്? എൻ്റെ പൊന്നമോൻ്റെ ശരീരത്തിൽ കുറേ ഡിസോർഡറാണ്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തായി ഡിസോർഡർ? അപ്പം എന്നോട് ഈ ക്രോമസോം ഇതിൻ്റെ ഇക്വേഷൻ തെറ്റിപ്പോയതുകൊണ്ടാണ് ഡിസോർഡറായി പോയത്. നമ്മളൊക്കെ നേർക്ക് നിന്നതെങ്ങനെ? ആരാ നേർക്ക് നിർത്തിയത്? ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ ചോദ്യം ചോദിക്കണുള്ളൂ, ആരാ നേർക്ക് നിർത്തിയത് നമ്മളെ? ആരാ നമ്മളെ ഈ രീതിയിലേക്ക് രൂപഭേദങ്ങളില്ലാതെ വൈരൂപമില്ലാതെ സൃഷ്ടിച്ചു വിട്ടതാരാ? ആരാ കണ്ണിന്റെ കാഴ്ച തന്നത്? ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വായക്കാട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ എഴുതി തന്ന വിറ്റാമിൻ ഗുളികയിൽ നിന്ന് കിട്ടിയതല്ല കണ്ണിന്റെ കാഴ്ച. അലം നജ്അൽ ലഹു ഐനൈൻ, അല്ലാഹു ഓശാരമായി തന്നതാണ്. ഈ കണ്ണുകൊണ്ട് അല്ലാഹ് കാണരുത് എന്ന് പറഞ്ഞത് കാണരുത്. ഉമ്മ, പെങ്ങളെ, സഹോദര, ഉപ്പ, കാണരുത് എന്ന് പറഞ്ഞത് കാണരുത്. കണ്ണിന്റെ നിഅമത്ത് അല്ലാഹു തന്ന നിഅമത്താണ്, റബ്ബ് തന്ന നിഅമത്താണ്. ഈ കാഴ്ച അല്ലാഹു അങ്ങ് തിരിച്ചെടുത്താൽ തിരിച്ചു തരാൻ പറ്റാവുന്ന ഒരു സംവിധാനം ഭൂമി ലോകത്തില്ല. കാണരുത് എന്ന് പറഞ്ഞത് കാണാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ എന്റെ നാവ് ഇങ്ങനെ ചലിപ്പിക്കുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന അക്ഷരങ്ങൾ എന്റെ നാവിലൂടെ വെളിച്ചത്ത് വരുന്നത്, വെളിയിലേക്ക് വരുന്നത് എന്റെ കഴിവല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ നാവ് ഞാൻ ചലിപ്പിക്കുമ്പോ അത് അക്ഷരങ്ങളായി പുറത്തു വരുന്നത് പ്രപഞ്ചനാഥനായ അല്ലാഹു ചെയ്തു തന്ന കഴിവാണ്. എത്ര ആളുകളുണ്ട് അവർ നാവ് ചലിപ്പിച്ചാൽ ഒരക്ഷരം പോലും പുറത്തു വരൂല. എന്റെ തറവാട് വീടിന്റെ പരിസരത്തുണ്ട് ഒരു വീട്. ആ പൊന്നമോൾക്ക് ഇതുവരെ വിവാഹം ശരിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈയിടെയായതൊക്കെ അറിഞ്ഞൊരാൾ വിവാഹം കഴിക്കാൻ സന്നദ്ധനായി വന്നു. 45 വയസ്സിന് ശേഷമാണ് മോളുടെ വിവാഹം നടക്കുന്നത്. ആ മോളും നാവിങ്ങനെ ചലിപ്പിക്കും ചെറുപ്പത്തിൽ. പക്ഷേ നാവ് ചലിപ്പിച്ചാലത് എന്തൊക്കെയോ അപശബ്ദങ്ങളായിട്ടാ പുറത്തു വരുന്നത്. പെങ്ങളെ, ഈ നാവ് അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നമ്മൾ ചലിപ്പിക്കുകയോ നമ്മൾ
ചലിപ്പിക്കുകയോ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ നിങ്ങൾക്ക് മരണമാസന്നമാകുന്നവരെ പ്രപഞ്ചനാഥനായ റബ്ബിനെ ഓർക്കാനോ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനോ നിങ്ങൾക്ക് സമയം കിട്ടില്ല അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ നരകമില്ല ഖബറില്ല വിചാരണയില്ല ഹിസാബില്ല മുൻകർ നകീറില്ല ഇതൊക്കെ പൊട്ടപ്പോയത്തം പഠിപ്പിക്കുകയാണെന്ന് പറയുന്നവരെ ലതറവുന്നൽ ജഹീം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ കാണുക തന്നെ ചെയ്യും ഇല്ല നിങ്ങളുടെ ശരീരത്തിലുള്ള കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുമാർ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അല്ലാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ണിനെ കുറിച്ച് ചോദിക്കും, കാതിനെ കുറിച്ച് ചോദിക്കും, കൈകാലുകളെ കുറിച്ച് ചോദിക്കും. പ്രിയമുള്ളവരെ, ഇത് മൂർച്ചയുള്ള സമയതാ. കണ്ണിനേറ്റവും മൂർച്ചയുള്ള പ്രായം യൗവനത്തിന്റെ പ്രായമാണ്. കണ്ണിനേറ്റവും മൂർച്ചയുള്ള കാലം അതാണ്. ആ സമയത്ത് ഖുർആൻ ഓതാൻ കഴിയണം. ആ സമയത്ത് കണ്ണുകൊണ്ട് നല്ലത് കാണാനും കഴിയണം. ചിന്തിക്കേ അല്ലേ, ഒരു 10-60 വയസ്സായി കണ്ണിന്റെ കാഴ്ച അങ്ങനെ മങ്ങി, അപ്പോഴാണ് ഖുർആൻ ഓതുന്നത്. അക്ഷരങ്ങളൊന്നും തെളിഞ്ഞു കാണുന്നില്ല, ഓതാൻ പറ്റൂല. നല്ല 23-ാമത്തെ വയസ്സാണ്, കാലിനൊക്കെ നല്ല പവറാണ്, നല്ല തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റുന്ന പ്രായമാണ്. ആ പ്രായത്തിലാണ് ഇവന്റെ പണി എന്താ? ടെറഫിൽ പോവാ, രാത്രി മുഴുവൻ കളിക്കുക, എന്നിട്ട് ചങ്ങാതിമാരുടെ കൂടെ ഫുഡ് അടിക്കുക. അതിനിടക്ക് പിന്നെ മയക്കുമരുന്നായി, സംഘങ്ങളായി. നല്ല കാലമൊക്കെ അല്ലാഹ് ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുത്തിട്ട് സ്വന്തം കുടുംബക്കാർക്ക് പോലും വേണ്ടാത്ത ഈ വന്യവയോധികമാകുന്ന പ്രായമാണോ പടച്ച റബ്ബിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത്? ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സ്വർഗം വാങ്ങാൻ പറ്റാവുന്ന സമയമാണ് യൗവനം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, നിഅമതാൻ മഖ്ബൂനൻ ഫീഹിമാ കതീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാണ്. രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാണ്. ഒന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്സിഹ, നല്ല ആരോഗ്യമാണ്, വൽ ഫറാഗ്, ഒഴിവു സമയമാണ്. രണ്ടും കിട്ടുന്ന സമയം യൗവന കാലഘട്ടമാണ്. നല്ല ആരോഗ്യമാണ്, നല്ല ആരോഗ്യം. ഇതെന്തിനാ അവൻ ചെലവഴിക്കിയത്? ഞാൻ ഒരു വൈക്കിങ്ങനെ പോയി വയൽ കഴിഞ്ഞ് 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ വൈക്കുന്ന തിരിച്ചു വരുമ്പോൾ ആ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു 10-12 ചെറുപ്പക്കാരുണ്ട്. ഒരു വലിയൊരു ബോർഡ് പോലെ ബാക്കിൽ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി ഒന്ന് ചിലവാക്കി. എന്താണ് ഇപ്പോൾ ഈ ബോർഡ്? വല്ല പാർട്ടിൻ്റെ സമ്മേളനം ഇട്ടാകുമ്പോൾ പാർട്ടിൻ്റെ അല്ല, അന്നത്തെ ഹീറോ റൊണാൾഡോന്റെ ഫോട്ടോ അല്ലേ വലിയ ബോർഡ്. 10-12 ചെറുപ്പക്കാര്. ഓലെ മസിലിനൊക്കെ എന്ത് പവർ ഉണ്ടെന്ന് അറിയോ? ഒരു മസിൽ പവർ ഉണ്ടാക്കിയ രാവിലെ പോയിട്ട് ജിം കളിച്ചിട്ടാ. എന്നിട്ട് ഓലിത് ആരക്കാനോ വേണ്ടി തന്റെ ജീവിതം കളയാൻ. പ്രിയമുള്ളവരെ, നശിപ്പിച്ചു കളയല്ലേ. പടച്ച റബ്ബിന് നൽകൂ യൗവനം. സ്വർഗം വാങ്ങാൻ പറ്റാവുന്ന കാലമാണ് യൗവനം. വിശുദ്ധ ഖുർആൻ നമുക്ക് ആ സംഭവം പറഞ്ഞു തന്നില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. വിശ്വാസികളെ കൊല്ലാൻ ശ്രമിച്ചിരുന്ന ദഖിയാനൂസ് രാജാവിന്റെ കാലഘട്ടത്തിൽ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ സമർപ്പിച്ച, ജീവിതം തന്നെ സമർപ്പിക്കാൻ തയ്യാറായ 7 ചെറുപ്പക്കാരുടെ ചരിത്രം അല്ലാഹ് പറഞ്ഞു തന്നില്ലേ? ഞാൻ അവസാനിപ്പിച്ചോട്ടെ. കണ്ണൂർ ജില്ലയിൽ നിന്നൊരിക്കൽ ഞാൻ ഉംറക്ക് പോയതാണ്.
പരിശുദ്ധമായ ഹറമിൽ തവാഫ് കഴിഞ്ഞിട്ട് കൂടെയുള്ളവരെ ചേർത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ. ദുആ ചെയ്യുമ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ അയൽവാസിയായി ഇന്ന ആൾക്ക് ദുആ ചെയ്യണേ, 2 കാഴ്ചയും ആൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കിഡ്നി ഫയലായി പോയിട്ടുണ്ട്, ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. തവാഫും സഅയും ഉംറയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളാ പറഞ്ഞ ആരുടെ പ്രശ്നം? അയാൾ എന്നോട് പറഞ്ഞു, ചെറുപ്പക്കാരന് ഇയാൾ ഉംറക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചതാണ്. അയൽവാസി നല്ല ചെറുപ്പക്കാരന്, ദുബായിലായിരുന്നു ജോലി, 2 ലക്ഷം ഉറുപ്പികയായിരുന്നു ശമ്പളം, കമ്പനിക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു ഇയാൾ. 2 ലക്ഷം ശമ്പളം. അയാൾ പറയാൻ നല്ല ഫ്ലാറ്റ്, എല്ലാ സൗകര്യവും കമ്പനി അയാൾക്ക് കൊടുത്തു. അങ്ങനെ ജോലി ചെയ്ത് വരുന്നതിന്റെ ഇടക്കാണ് കിഡ്നിയും ഫയലായി പോകുന്നത്. കിഡ്നി ഫയലായപ്പോ കമ്പനി തന്നെ കമ്പനിയുടെ ചെലവിൽ നാട്ടിലേക്ക് അയച്ചു ചികിത്സിക്കാൻ. ചികിത്സിച്ച് തിരിച്ചു വരാൻ ചികിത്സിച്ചയാൾ തിരിച്ചുപോയി. കമ്പനിക്ക് അത്രയും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഇയാൾ. പിന്നെ തിരിച്ചുപോയി. പക്ഷേ പിന്നെ ഇയാളുടെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പിന്നെ കമ്പനി ഇയാളെ പിരിച്ചുവിട്ടു. കാരണം കണ്ണിന് കാഴ്ച ഇല്ലാതെ ഒരു പണിയെടുക്കാൻ കഴിയില്ല. കമ്പനി ഇയാളെ പിരിച്ചുവിട്ടു. ഇയാള് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് അയാളപ്പം നാട്ടിലുണ്ടതിന് ശേഷം അയാൾ മരിച്ചുപോയി. എന്നോട് ഈ സുഹൃത്ത് പറയാൻ, ഞാൻ ഉംറക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്താണ് ഇയാളുടെ വിശേഷം? ഇയാൾ പറയാൻ, ഈ ഉംറക്ക് വരുമ്പോ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോ ഇയാളോട് പറയുകയാണത്രേ, പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിക്കണം, നിങ്ങളും ദുആ ചെയ്യണം. എനിക്ക് എത്രയോ നല്ല ആരോഗ്യമുള്ള കാലം കഴിഞ്ഞു പോയി. ഞാൻ വല്ലാത്ത ടെൻഷനിലാണ്. ദുബായിൽ ഞാൻ 2 ലക്ഷം ശമ്പളത്തിന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ജോലി ചെയ്യുമ്പോ എന്റെ ഫ്ലാറ്റ് പള്ളിയോട് അടുത്താണ്. 8 മണിക്കൂറാണ് എന്റെ പണി. ബാക്കി സമയം മുഴുവൻ ഞാൻ റൂമിലുണ്ടാകും. TV കണ്ട് ഞാൻ സിനിമകൾ ഇങ്ങനെ എപ്പിസോഡുകൾ കണ്ടു തീർക്കും. എത്രയോ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ എപ്പിസോഡുകൾ ഞാൻ കണ്ടു തീർത്തിട്ടുണ്ട്. എന്റെ കണ്ണിന് നല്ല കാഴ്ചയുള്ള സമയമായിരുന്നുവെന്ന്. പക്ഷെ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റിയില്ല. ഇയാൾ പറയാൻ, രാവിലെ ഇപ്പോൾ ഞാൻ അതിരാവിലെ എഴുന്നേൽക്കും, സുബഹിയുടെ മുമ്പേ എഴുന്നേൽക്കും. പക്ഷെ അന്ന് എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞാൻ അങ്ങനെ എഴുന്നേറ്റില്ല. എന്നെ നല്ല കാലമൊക്കെ ഞാൻ കളഞ്ഞു. ഇയാൾ പറയാണത്രേ, ഇപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ചുമര് പറ്റി പിടിച്ചുപോയി വുളൂ ചെയ്യും, കണ്ണെനിക്ക് കാണൂല. എന്നിട്ട് ഞാൻ കട്ടിലിന്റെ കാല് പിടിച്ചു ഖിബലയുടെ ദിശ മനസ്സിലാക്കി ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് ദുആ ചെയ്യും. സുബഹിയുടെ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ കരയും. സുബഹിയുടെ ബാങ്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യും. കണ്ണിനൊരു ചെറിയ കാഴ്ചതാ റബ്ബേ, പള്ളിയിലേക്ക് പോകാൻ എന്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുവല്ലോ. നീ എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്ന അന്ന്, പള്ളിയുടെ തൊട്ടടുത്ത് ഞാൻ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന അന്ന്, നിസ്കരിക്കാൻ വരി എന്ന വിളി ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ പോയില്ല. പടച്ച റബ്ബേ, ഒരു ചെറിയ കാഴ്ചതാ അല്ലാ, പള്ളിയിലൊന്ന് വന്ന് നിസ്കരിക്കാനാണ്. ഇയാള് തന്നെ പറയാണത്രേ, ഇനി എന്റെ കാഴ്ച ഇവിടുന്ന് തിരിച്ചു കിട്ടാനാ. ഞാൻ വീട്ടിൽ വെച്ചു തന്നെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് എന്റെ ഭാര്യയോട് പറയും, പ്രിയപ്പെട്ടവളെ, മുസഹഫ് ഒന്ന് എടുത്തുതാ. ഭാര്യ മുസഹഫ് എടുത്തു തരും. മുസഹഫ് എടുത്താൽ ആ മുസഹഫ് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഞാൻ ഇതിലിങ്ങനെ തുരുതുരാ ചുംബിച്ച് ഞാൻ ഇങ്ങനെ കരയും. എന്റെ കണ്ണുനീരാ മുസഹഫിന്റെ പേജുകളിലേക്ക് ഉറ്റി വീഴും. ഇയാള് പറയാണത്രേ, എനിക്ക് കണ്ണിന് നല്ല കാഴ്ചയുള്ള സമയമുണ്ടായിരുന്നു, നല്ല മൂർച്ചയുള്ള നേരം. അന്ന് ഞാൻ സിനിമ കണ്ടു തീർത്തു, എപ്പിസോഡുകൾ കണ്ടു തീർത്തു. ഖുർആൻ ഞാൻ ഓതിയില്ല. ഞാൻ ഈ ഖുർആൻ എടുത്ത് എന്റെ റബ്ബിനോട് പറയുമല്ലോ, നീ എന്നോട് ചോദിക്കുമല്ലോ റബ്ബേ, നീ എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്നിട്ട് എന്ത് ചെയ്തുവെന്ന്. അല്ലാഹുവേ, എനിക്ക് മറുപടി പറയണം. ഒരു തവണയെങ്കിലും ഖുർആൻ ഞാൻ ഓതിയിട്ടുണ്ടെന്ന് മറുപടി പറയണം. അതുകൊണ്ട് അല്ലാഹ്, ഒരൽപ്പം കാഴ്ചയെങ്കിലും എന്റെ കണ്ണിന് താ റബ്ബേ. ഒരു തവണയെങ്കിലും ഖുർആൻ ഞാൻ ജീവിതത്തിൽ ഓതി തീർക്കട്ടെ. ഖുർആൻ എടുക്കുമ്പോ എനിക്ക് കാഴ്ച ലഭിക്കുക. ഖുർആൻ ഞാൻ അവസാനിക്കും എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കുകയും ചെയ്തോ. ഒരു തവണയെങ്കിലും ഞാൻ ഖുർആൻ
ഞാനൊന്ന് ഖത്തം തീർക്കട്ടെ. ഇയാള് തന്നെ പറയത്രേ, എവിടെന്ന് എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടാനാൻ? പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിഅമതാൻ മഗ്ബൂനൻ ഫീഹിമാ കതീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. അല്ലാഹു തആല തന്ന ഈ സൗഭാഗ്യം പോയി മറയുമ്പോഴാണ് നാം ആ വിഷയത്തിൽ ഖേദിക്കുക. അല്ലാഹുവേ, നീ ആഫിയത്ത് തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, നീ ദീർഘായുസ്സ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന നീ അനുഗ്രഹങ്ങളൊക്കെ നീ നിലനിർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ടൊരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.